شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ആദരണീയരായ വ്യക്തിത്വങ്ങളെ, ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, സർവശക്തനായ പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും, സുഖത്തിലും ദുഃഖത്തിലും, സന്തോഷത്തിലും സങ്കടത്തിലും, എളുപ്പത്തിലും പ്രയാസത്തിലും, രോഗത്തിലും ആരോഗ്യത്തിലും, ലാഭത്തിലും നഷ്ടത്തിലും, ഏതൊക്കെ വഴിയിലൂടെ ജീവിതം കടന്നു പോകുന്നുണ്ടോ അപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് ജീവിക്കലാണ് മോചനത്തിൻ്റെ മാർഗമെന്നു തിരിച്ചറിഞ്ഞ് യഥാർത്ഥ തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളാവാൻ സർവശക്തൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടലും പറയലും കേൾക്കലും ഇതിൻ്റെ പിന്നിലുള്ള മുഴുവൻ അധ്വാനങ്ങളും പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി പടച്ച റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ബർക്കത്തുള്ള ഒരു മജ്ലിസായി ഈ സദസ്സിനെ നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. ഓരോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ആഹ്ലാദകരമായ ദിനരാത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവരൊക്കെ. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് നമ്മൾ പേര് കൊടുത്തത് തന്നെ അഹ്ലൻ റമളാൻ എന്നാണ്. ഏറെ നമ്മൾ ഇഷ്ടപ്പെടുന്ന, സാന്നിധ്യം ആഗ്രഹിക്കുന്ന, നമുക്കേറെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു അതിഥി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ അതിഥിയെ നമ്മൾ സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് 12 അറബി മാസങ്ങളിൽ 9ാമത്തെ മാസമായ ഈ മാസത്തിനെ സ്വീകരിക്കാൻ
ലോകത്തിലെ മുസ്ലിങ്ങളൊക്കെയും ഉപയോഗിക്കുന്നത്. അത് വല്ലാത്ത ഒരു സ്വീകരണമാണ്. എന്തുകൊണ്ടാണ് മറ്റു മാസങ്ങളെ സ്വീകരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ മാസത്തിനെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടി നമ്മൾ സ്വീകരിക്കുന്നത്? നമ്മുടെ മുൻഗാമികളായ സലഫുകളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചര്യയുണ്ട്. റമളാനിന്റെ തൊട്ടു മുമ്പ് മാസങ്ങളോളം അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റമളാനിന്റെ ചന്ദ്രക്കല ലോകത്ത് പ്രത്യക്ഷപ്പെടുന്ന ആ റമളാൻ മാസം ആഗതമാകുന്ന സമയത്ത് ജീവനോടുകൂടി ആ മാസത്തിനെ സ്വീകരിക്കാൻ ഞങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ ആകത്തുക. അത്രയേറെ ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ ആ മാസത്തിനു വേണ്ടി അവർ കാത്തിരുന്നു. എന്താണ് ആ മാസത്തിന്റെ സവിശേഷത? എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ആ മാസത്തിനു വേണ്ടി കാത്തിരിക്കുന്നത്? എങ്ങനെയാണ് ആ ഒരു മാസം അവരുടെ ജീവിതത്തിന്റെ അതിഥിയായി, അവർ ഇഷ്ടപ്പെടുന്ന അതിഥിയായി അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തിന്റെ ആഗമനം അറിയിച്ചുകൊണ്ട് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാകും റമളാൻ, അതാകും റമളാൻ ഷഹ്റുൻ മുബാറകുൻ, അതാകും റമളാൻ ഷഹ്റുൻ മുബാറകുൻ. നിങ്ങൾക്കിതാ റമളാൻ മാസം ആഗതമാവുകയാണ്. അതാകും റമളാൻ, റമളാൻ മാസം നിങ്ങളിലേക്ക് വന്നെത്തുകയാണ്. ഷഹ്റുൻ മുബാറകുൻ, അനുഗ്രഹം നിറഞ്ഞ, ബർക്കത്ത് നിറഞ്ഞ, അനുഗ്രഹീതമായ ഒരു മാസമായിട്ടാണ് ആ മാസം നിങ്ങളിലേക്ക് വന്നെത്തുന്നത്. എന്താണ് ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ പറയാറില്ലേ, ഓന് കുറെ പൈസയൊക്കെ ഉണ്ട് പക്ഷെ ബർക്കത്തില്ല, ആള് കുഴപ്പമില്ല, ജീവിത കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു ബർക്കത്തില്ലാത്ത ജീവിതമാണ് എന്ന് പലപ്പോഴും നമ്മൾ പറയാറില്ലേ? ഒരു കാര്യം അതിന്റെ യഥാർത്ഥമായ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അത് ബർക്കത്തുള്ള ഒരു സംഗതിയാകുന്നത്. ഒരേ കാര്യം ഒരേ സമയത്ത് ഒരേ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് ചിലപ്പോ അത് ബർക്കത്താവാം, ചിലപ്പോ അതൊരു ശിക്ഷയാവാം. ലോകത്ത് കാര്യങ്ങൾ സംഭവിക്കുമ്പോ ഒരേ കാര്യം പല ജനങ്ങൾക്കും പല രൂപത്തിലായിട്ടാ ബാധിക്കുക. ബദർ യുദ്ധത്തിന്റെ സമയത്ത് നാളെ യുദ്ധം നടക്കുന്നുവെങ്കിൽ അതിന്റെ തലേ ദിവസം ഒരു മഴ പെയ്തു. ആ മഴ സത്യവിശ്വാസികളെ സംബന്ധിച്ച് ഒരു ബർക്കത്തായി മാറിയപ്പോ സത്യനിഷേധികൾക്ക് അതൊരു അദാബായിട്ടാണ് മാറിയത്. മലഞ്ചെരുവിൽ താമസമടിച്ച മുസ്ലിം, ടെന്റടിച്ച് മലഞ്ചെരുവിൽ താമസിക്കുന്ന മുസ്ലിം സൈന്യവും മലയുടെ താഴ്വാരത്ത് ഏറ്റവും സൗകര്യമുള്ള പ്രദേശത്ത് പാർക്കുന്ന ശത്രു സൈന്യവും ശക്തമായി മഴ പെയ്തപ്പോ മലഞ്ചെരുവിൽ നിന്ന് കുതിച്ച് താഴേക്ക് കുത്തിയൊലിച്ച വെള്ളത്തെ മുസ്ലിങ്ങൾ അവർക്ക് ആവശ്യമുള്ളിടത്ത് തടഞ്ഞു നിർത്തി സംഭരിച്ചു വെച്ചു. അവർക്ക് ആവശ്യമുള്ള വെള്ളം, ബാക്കി വെള്ളം ഒഴുകിപ്പോയി. എന്നാൽ മലഞ്ചെരുവിലേക്ക് ഒഴുകി വന്ന വെള്ളം താഴ്ഭാഗത്ത് താഴ്വരയിൽ ടെന്റ് കെട്ടിയ ശത്രുക്കളുടെ ടെന്റിലേക്കും കിടപ്പ് സ്ഥലത്തേക്കും ഇരിക്കുന്നിടത്തുമൊക്കെ ആ വെള്ളം എരച്ചു കയറി. അവിടെ ചളി കെട്ടി നിന്നു. നടക്കാൻ പോലും കഴിയാത്ത വിധം അവർ വല്ലാത്ത അവസ്ഥയിലായി. അവരുടെ ആത്മവിശ്വാസം പോലും ചോർന്നുപോയി. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ആ മഴ ഒരു അനുഗ്രഹമായി മാറിയപ്പോ അതേ മഴ അവരുടെ കൂടെയുള്ള അല്ലെങ്കിൽ മീറ്റർ മാത്രം വ്യത്യാസത്തിൽ അവിടെ പാർക്കുന്ന ശത്രുക്കൾക്ക് അതൊരു വലിയ അദാബായിട്ട് മാറി, ശിക്ഷയായിട്ട് മാറി. റമദാൻ മാസം അങ്ങനെ തന്നെയാണ്. സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾക്ക് റമദാൻ അനുഗ്രഹമായി മാറുമ്പോൾ മറ്റൊരു വിഭാഗത്തിന് അതൊരു ശിക്ഷയായിട്ട് മാറുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ കയറിയിട്ട് ആമീൻ 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 എന്ന് പ്രാർത്ഥിച്ചപ്പോ പ്രവാചകൻ മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, എന്തായിരുന്നു പ്രാർത്ഥന കേൾക്കാത്ത ഒരാമീൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി,
ജിബ്രീൽ വന്ന് പ്രാർത്ഥിച്ചു 3 പ്രാർത്ഥന. അതിലൊന്ന്, ഒരു റമദാൻ മാസത്തിനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു കിട്ടിയിട്ട് ആ റമദാൻ മാസത്തിനെ ഉപയോഗപ്പെടുത്തി തന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗപ്രവേശനത്തിന് സാധിക്കാതെ പോയ മനുഷ്യൻ അവൻ നശിപ്പിക്കപ്പെടട്ടെ, അള്ളാഹുവിന്റെ ശാപത്തിന് അവൻ അർഹനാവട്ടെ. അതാരാ പ്രാർത്ഥിച്ചതറിയോ? ഏതെങ്കിലും തങ്ങളോ മുസ്ലിയാരോ ഒന്നല്ല, ജിബ്രീലാണ് പ്രാർത്ഥിച്ചത്. അതിന് ആമീൻ പറഞ്ഞത് ആരാന്നറിയോ? അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എവിടെ വെച്ചാണ് ആ ആമീൻ എന്നറിയോ? മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നിന്നാണ്. എന്താ മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ പ്രത്യേകത? എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടക്കുള്ള സ്ഥലം റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ ഒരു തോപ്പാണെന്നാ. അവിടെ വെച്ച് നടത്തുന്ന പ്രാർത്ഥനകൾ ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനകളാണെന്നാണ്. അപ്പോ ജിബ്രീലിന്റെ പ്രാർത്ഥന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആമീൻ, റൗളയുടെ മഹത്വം, ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂടിയതാണ് റമദാൻ മാസം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയവന് അള്ളാഹുവിന്റെ അദാബ് ഉണ്ടാവട്ടെ. അപ്പൊ ഒരേ റമദാൻ ദാ പടികടന്ന് വരാനിരിക്കുന്ന ഫെബ്രുവരി മാസത്തിന്റെ അവസാനത്തോടു കൂടി അല്ലെങ്കിൽ മാർച്ച് മാസത്തിന്റെ ആദ്യത്തോടു കൂടി മുസ്ലിം ലോകത്തേക്ക് കടന്നു വരുന്ന റമദാൻ 29-30 ദിവസം ഈ ലോകത്ത് നിലനിന്ന് അത് നമുക്കിടയിൽ നിന്ന് യാത്ര ചോദിച്ചു പോകുമ്പോ ഈ ലോകത്തിലെ കുറെ ആളുകൾ അനുഗ്രഹീതരാവുകയും വേറെ കുറെ ആളുകൾ വേദനിപ്പിക്കുന്ന ശിക്ഷയ്ക്ക് വിധേയരാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ മാസത്തിനെ സാധാരണ ഒരു മാസം പോലെ കാണാൻ നമുക്കാവുകയില്ല. അതുകൊണ്ടാണ് പൂർവസൂരികൾ മാസങ്ങളോളം ഈ മാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതും അതിനുവേണ്ടി കാത്തിരുന്നതും ആ മാസത്തിനെ മഹത്വത്തോടുകൂടി സ്വീകരിക്കാൻ അവർ ഒരുങ്ങിയത്. അതുകൊണ്ട് ഈ അഖിലൻ റമദാൻ എന്ന ഈ ഇന്നത്തെ പരിപാടിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2-3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, എന്താണ് ഈ മാസത്തിന്റെ സവിശേഷത? 2, എന്തിനാണ് ഈ മാസത്തിന് ഈ സവിശേഷത? 3-ാമത്തേത്, ഈ മാസത്തെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? ഈ 3 കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ സംസാരം അവസാനിക്കും. പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എന്താണ് ഈ മാസത്തിന്റെ സവിശേഷത? നമ്മൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. 12 മാസങ്ങളിൽ നിന്ന് റമളാൻ മാസത്തിനെ സവിശേഷമാക്കുന്നത് ആ മാസത്തിലാണ് അല്ലാഹു തആല ലോകത്തിന് വെളിച്ചമായ, ലോകത്തിലെ മനുഷ്യർക്ക് ജീവിതത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുന്ന ഈ വിശുദ്ധമായ ഗ്രന്ഥത്തിനെ ഇറക്കിയത്. എന്താ റമദാന്റെ പ്രത്യേകത? നോമ്പുണ്ട് എന്നതാണോ? അല്ല. നോമ്പ് എന്ന സവിശേഷമായ ആരാധനാ കർമ്മത്തെ റമദാൻ മാസത്തിലേക്ക് അള്ളാഹു ചേർത്തു വെക്കാനുള്ള കാരണം ഈ റമദാൻ മാസത്തിലാണ് ലോകത്തിന്റെ വെളിച്ചമായി റബ്ബ് നിശ്ചയിച്ച വിശുദ്ധ ഖുർആൻ ലോകത്തിന് അവതരിപ്പിച്ചു കൊടുത്തത് എന്നതാണ്. നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുഭാഗത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന തിന്മകളെ കുറിച്ച് വളരെ ജാഗ്രതയുള്ളവരാണ്. ഉമ്മയെ കൊല്ലുന്ന മക്കളും, മക്കളെ കൊല്ലുന്ന ഉമ്മയും ബാപ്പയും, മാതാപിതാക്കളെ വീടിന്റെ ഉള്ളിലിട്ട് ചുട്ടുകൊല്ലുന്ന മക്കളും, കാമുകന് വേണ്ടി സ്വന്തം മക്കളെ കൊല്ലുന്ന ഉമ്മമാരും, ഭർത്താക്കന്മാർക്ക് വിഷം കൊടുത്ത് അവരെ കൊന്നുകളയുന്ന ഭാര്യമാരും, അങ്ങനെ ഒരുപക്ഷെ നമ്മൾ അധികമൊന്നും കേട്ടിട്ടില്ലാത്ത വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ, തിന്മകൾ, അധാർമികതകൾ നിറഞ്ഞു വാഴുന്ന ഒരു ലോകത്ത് ഇന്നലെ ഞാനൊരു കവിത കേട്ടെ. ആ കവിതയിൽ പറയുന്നുണ്ട്, നന്മകൾക്ക് തിളക്കം കുറയുന്ന, തിന്മകൾക്ക് തിളക്കം കൂടുന്ന വല്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് കവിത ചൊല്ലിയത് ഞാനങ്ങ് ശ്രദ്ധിച്ച് കേട്ടിരുന്നു. സത്യമായിട്ടും നന്മയും നന്മ പറയുന്നവരും അവഹേളിക്കപ്പെടുകയോ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയോ ചെയ്യുകയും തിന്മയും തിന്മയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും ആഘോഷിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
പല ജാതി തിന്മകൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട്. എന്താ പടച്ചോനെ എങ്ങനെ കാട്ടുക? ആരാണ് ഇതിനെതിരെ ശബ്ദിക്കുക? ആരാണ് ഇതിനെ പ്രതിരോധിക്കുക? ഇതിൽ നിന്ന് ആരാണ് മനുഷ്യരെ മോചിപ്പിക്കുക? പലപ്പോഴും നമ്മളൊക്കെ വ്യാകുലപ്പെടാറുണ്ട്. നമ്മളെ കുറിച്ചോർത്തും നമ്മുടെ മക്കളെ കുറിച്ചോർത്തും പുതിയ തലമുറയെ കുറിച്ചോർത്തും ഒക്കെ നമ്മൾ പലപ്പോഴും സങ്കടപ്പെടാറുണ്ട്. സത്യത്തില് നിങ്ങൾ ഈ ലോകത്തിന്റെ ചരിത്രം വായിക്കൊന്നും വേണ്ട, അത് വിശുദ്ധ ഖുർആനിലൂടെ വെറുതെ ഒന്നിങ്ങനെ കണ്ണോടിച്ചാൽ മനസ്സിലാകുന്ന സംഗതി എന്താ പറയുക? ഈ ലോകം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു യന്ത്ര ഊഞ്ഞാലിൽ കയറിയാൽ അതിങ്ങനെ കറങ്ങുമ്പോ ഒരേ കാഴ്ചകള് നമ്മൾ ആവർത്തിച്ച് കാണുന്നത് പോലെയാണ് ഈ ലോകത്തിന്റെ അവസ്ഥ. ഇന്ന് ലോകത്തുണ്ട് എന്ന് നമ്മൾ പറയുന്ന, ഭീകരമാണെന്ന് നമ്മൾ പറയുന്ന ഈ വലിയ തിന്മകളൊക്കെ ഉണ്ടല്ലോ, ഈ തിന്മകളൊക്കെ ഇതുപോലെയോ ഇതിനേക്കാൾ ഭീകരമായിട്ടോ ഈ ലോകത്ത് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഇതൊന്നും ആദ്യത്തെ സംഗതിയല്ല. ഇപ്പോ ഈ നിരീശ്വരവാദികളായ ആളുകള്, ദൈവമല്ല മതല്ല എന്നൊക്കെ പറയുന്ന ആളുകള്, അവര് സമൂഹത്തിന്റെ മുമ്പിൽ കൊട്ടിഘോഷിക്കുന്നത് തങ്ങളുടെ വാദമാണ് ആധുനിക വാദമെന്നും മതവിശ്വാസികളൊക്കെ യാഥാസ്ഥികരാണ് എന്നും പഴഞ്ചന്മാരാണെന്നും അതുകൊണ്ട് ആധുനികത ഇഷ്ടപ്പെടുന്നവരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നുമാണ് അവർ പറയുന്നത്. പലപ്പോഴും ഈ യാഥാസ്ഥികത അല്ലെങ്കിൽ ഈ നിരീശ്വരവാദത്തെ പിൻപറ്റുന്ന ആളുകൾക്ക് ഒരു തോന്നലുണ്ട്, ഞങ്ങളാണ് ആധുനികര്, ഈ മതവിശ്വാസികളൊക്കെ പക്ക യാഥാസ്ഥികരാണ്. സത്യത്തില് ഈ പടച്ചോനില്ല എന്ന വിശ്വാസം ആധുനികമാണോ? അത് ലോകത്ത് പഴകിപ്പൊളിഞ്ഞൊരു വിശ്വാസമല്ലേ? പ്രവാചകൻ ദൈവത്തെ പരിചയപ്പെടുത്തിയപ്പോ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോ ആ ഭരണാധികാരി തന്റെ മന്ത്രിയെ വിളിച്ച് പറയുന്നുണ്ട്, യാ ഹാമാനെ, നീ നാളെ ഒരു കോടി പണിയണം കേട്ടോ, ആകാശത്തേക്ക് എത്തുന്ന ഒരു കോണി. ഞാൻ ആ കോണിയിലൂടെ ഒന്ന് കേറി നോക്കട്ടെ. ഇവരിങ്ങനെ നായികൾക്ക് 40 വട്ടം പറയുന്ന അള്ളാഹു ഉണ്ടല്ലോ, ആകാശത്തെന്ന് പറയുന്ന അള്ളാഹു, ആ അള്ളാഹു ആകാശത്തെങ്ങാനും ഉണ്ടോ എന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയാൻ മാത്രം അഹങ്കാരമുള്ളവൻ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. പടച്ചോനുമില്ല, സൃഷ്ടാവുമില്ല, ഒന്നുമില്ല എന്ന് പറയുന്ന ആളുകൾ പണ്ട് മുതലേ ഈ ലോകത്തുണ്ട്. അവർക്ക് കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്ത് മതം വളർന്നതും മതം വികസിച്ചതും മതം സ്വാധീനമുണ്ടാക്കിയതും. അതൊരു പുതിയ വാദമല്ല, അതൊരു പുതിയ വിശ്വാസമല്ല, അതൊരു പുതിയ ആദർശമല്ല. ലോകത്ത് ഒന്നും അറിയാത്ത കാലത്ത് ലോകത്തിലെ മനുഷ്യന്മാർ കൊണ്ടു നടന്ന പഴകി പുളിച്ച ഒരു ആശയമാണ് ഈ നിരീശ്വരവാദമൊക്കെ. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ തോന്നുന്നു, ഓ ഭയങ്കരമാണല്ലോ. ഒരു കാലത്ത് നിരീശ്വരവാദികളോട് സംസാരിക്കാൻ മതവിശ്വാസികൾക്ക് പേടിയാണ്. കാരണം നമ്മുടെ മതം എന്നത് ഒരു പാരമ്പര്യമാണ്, ഇവരുടെ വിശ്വാസമാവട്ടെ അത് ഭയങ്കര ബുദ്ധിപരമാണ്, അതുകൊണ്ട് അവർ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മൾ പെട്ടുപോകൂലേ എന്നൊക്കെ പേടിച്ചിരുന്ന ഒരു കാലത്താണ് അക്ബർ സാഹിബും ജബ്ബാർ മാഷും തമ്മിൽ സംവാദം ഉണ്ടായത്. അത് നമുക്ക് മനസ്സിലായ സത്യത്തില് ഒരു വസ്തു അവരുടെ ഒന്നും കയ്യിലില്ല. പിന്നെ അതിങ്ങനെ രവിചന്ദ്രനിലൂടെ അങ്ങനെ പലരുടെ സംവാദങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു വന്നപ്പോഴാണ് അതിന്റെ പൊള്ളത്തരം ശരിക്ക് മനുഷ്യന്മാർക്ക് മനസ്സിലായതും ഈ വിശ്വാസം തനി യാഥാസ്ഥികതക്കും അപ്പുറത്തുള്ള അതിന്റെയും അടിയിലുള്ള ദുർബലമായ മ്ലേച്ഛമായ ഒരു വിശ്വാസമാണ് എന്നും സമൂഹത്തിന് ബോധ്യപ്പെട്ടത് അപ്പോഴൊക്കെയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. ഇപ്പോ ഈ LGBT ഒക്കെ ആയിട്ട് ആകപ്പാടെ ആണും പെണ്ണൊന്നും വ്യത്യാസമല്ലാതെ ഒരു വല്ലാത്ത ഒരു സ്വവർഗരതിയുടെ സ്വവർഗാനുരാഗത്തിന്റെ സ്വവർഗ വിവാഹത്തിന്റെ ഒക്കെ കാലത്ത് ഒരാണും ആണും തമ്മിൽ കല്യാണം കഴിച്ച് നമ്മുടെ നാട്ടിലെ ഒരു ക്വാർട്ടേഴ്സിൽ ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ഓനെ കാണുമ്പോൾ അവനെ കൗതുകത്തോട് നോക്കൂലേ, ഓ എന്താ പോലെ അവസ്ഥ, ഒരു രണ്ടാണ് കല്യാണം കഴിച്ച് ജീവിക്കുക, എന്താ പോലെ അവസ്ഥ. നമുക്ക് കൗതുകം അത്ഭുതമൊക്കെ ഉണ്ടാവും. കാരണം നമ്മുടെ നാട്ടില് മുദ്രാവാക്യമൊക്കെ ഉണ്ടെങ്കിലും അത് അവിടെ ഇവിടെ കൊള്ളൂ, ഉള്ളവരെന്നെ പുറത്തു പറയാൻ മടിക്കുക. പക്ഷേ ആ ഒരു ജീവിതം ഒരു ജനതയുടെ ജീവിതമായ കാലഘട്ടം ലോകത്ത് മുമ്പുണ്ടായിരുന്നു. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു നിയോഗിക്കുന്ന ജനത, ആ ജനതയുടെ സംസ്കാരം ഇതായിരുന്നു. ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് ആ ജനതയെ നശിപ്പിക്കാൻ അള്ളാഹു മലക്കുകളെ പറഞ്ഞയച്ചപ്പോ നല്ല സുമുഖന്മാരായ സുന്ദരന്മാരായ ചെറുപ്പക്കാരുടെ രൂപത്തിലാണ് ആ മലക്കുകൾ വന്നത്. ലൂത്ത് നബിക്ക് പേടിയായി. നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഇത്തിരി കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികളെയും കൊണ്ട് പാതിരാത്രിയിൽ യാത്ര ചെയ്യേണ്ടി വരുമ്പോ ഇടയ്ക്ക് ബസ്സൊക്കെ ഒന്ന് കേടുവന്നാൽ ഒരുപാട് മനുഷ്യന്മാരുള്ള ഒരു സ്ഥലത്തൊക്കെ നമ്മുടെ പെൺമക്കളെയും കൊണ്ട് നമ്മളൊക്കെ ഒറ്റക്കാകുമ്പോ മറ്റുള്ളവരുടെ നോട്ടം കാണുമ്പോ ഇടപാട് കാണുമ്പോ നമ്മളിടക്ക് പ്രയാസപ്പെടാറില്ലേ? ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഒരു KSRTC ബസ്സിൽ എന്റെ 2 പെങ്ങന്മാരെയും കൊണ്ട് കയറിയിട്ട് അവസാനം കുറച്ച് ഇപ്പുറത്ത് വടക്കാഞ്ചേരിക്ക് ഇപ്പുറത്ത് വെച്ച് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി.
കാരണം എൻ്റെ സഹോദരിമാരെ ആ ബസ്സിന്റെ ഉള്ളിൽ സംരക്ഷിക്കാൻ എനിക്ക് കഴിയാതെ വന്നപ്പോ പാതി വഴിക്ക് ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പേടിയായി. കാരണം ഈ നാട്ടിലെ മനുഷ്യന്മാർ ഇയാതി മനുഷ്യന്മാരാ. ഇത്തിരി കാണാൻ ഭംഗിയുള്ള ചെറുപ്പക്കാരെ കണ്ടാല് അവര് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന് ഉറപ്പാ. അതുകൊണ്ട് അദ്ദേഹം തന്റെ അതിഥികളെ വീടിന്റെ ഉള്ളിൽ ഭദ്രമായി സംരക്ഷിച്ചു, പുറത്താരും കാണാതെ. പക്ഷെ അടുക്കള വാതിലിലൂടെ അദ്ദേഹത്തിന്റെ ഭാര്യ രഹസ്യം ചോർത്തി, ഇങ്ങനെ അന്തം വിട്ട് നിൽക്കേണ്ട, ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നോളി, നല്ല കാണാൻ ഭംഗിയുള്ള നിങ്ങളൊക്കെ മോഹിച്ചു പോകുന്ന ചില അതിഥികൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ജനക്കൂട്ടം ഒഴുകി വന്നു. പട്ടപ്പകല്, മടിയില്ല, അറപ്പില്ല, വെറുപ്പില്ല. അത് അവരുടെ ജീവിതമാണ്. അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് വന്ന് അവർ വിളിച്ചു പറഞ്ഞില്ല, ലൂത്തെ എന്നിട്ട് ഇറക്കി വിട്, ഞങ്ങൾക്ക് വേണം അവരെ. എന്തിനാണ്? ചായ കൊടുക്കാനല്ലല്ലോ. എന്തിനാ അവർ ഇവരെ വിളിക്കുന്നത്? അവരുടെ ഈ വേണ്ടാത്ത വൃത്തികെട്ട പ്രവർത്തനത്തിന് വിധേയരാക്കാറല്ലേ. ലൂത്ത് നബി പലതും പറഞ്ഞില്ലേ, എന്നെ അപമാനിക്കരുത്, നിങ്ങൾ എന്റെ അതിഥികൾക്ക് മുമ്പിൽ എന്നെ അപമാനിക്കരുത്, എന്തൊക്കെ പറഞ്ഞ് അവസാനം എന്തുവരെ പറഞ്ഞുതരോ? എന്റെ പെൺമക്കളെ നിയമാനുസൃതം നിങ്ങൾക്ക് വിവാഹം കഴിക്കാം, എന്നാലും ഈ വേണ്ടാത്ത ഒരു ഏർപ്പാട് നിങ്ങൾ ഇവിടെ ഒച്ചുണ്ടാക്കരുത്. ആര് കേൾക്കാൻ? ആൾക്കാർ ഇങ്ങനെ അവരങ്ങട്ട് ഇറക്കി വിട്, ഞങ്ങൾക്ക് വേണവരെ. ഒരു ജനത, ഒരു നാട് പട്ടപ്പകല് പച്ചക്ക ചോദിക്കണേ. അവസാനം ലൂത്ത് നബി അവരോട് ചോദിക്കുന്നില്ലേ, അലൈസ ഫീകും റജുലുൻ റഷീദ്? അല്ല മനുഷ്യന്മാരെ, ഒരു വിവേകമുള്ള ഒരൊറ്റ മനുഷ്യൻ. പൊന്നാര ചങ്ങന്മാരെ, ഇതൊക്കെ മോശമാണ്, ഇത് ചെയ്യാൻ പാടില്ല. ആ വീട്ടിൽ അതിഥികൾ വന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് ഒച്ചുണ്ടാക്കാൻ പാടില്ല, നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞ് ഈ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വിവേകമുള്ള ഒരുത്തനെങ്കിലും നിങ്ങളെ കൂട്ടത്തിലില്ലേ എന്ന് അദ്ദേഹം സങ്കടത്തോടുകൂടി, നിരാശയോടുകൂടി, ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി ഇല്ല, ആരുമില്ല. അങ്ങനത്തെ ഒരു കാലപ്പുണ്ടോ? അത്രത്തോളം ഒരു നാട് മുഴുവനും പച്ചപ്പകല് അത്തരം ഒരു തോന്നിയാസത്തിന് വേണ്ടി വിളിച്ചു പോകുന്ന ഒരവസ്ഥ ഒന്നില്ലല്ലോ. വരും ഒരുപക്ഷെ നാളെ അങ്ങനെ ഉണ്ടായേക്കാം. ഞാൻ സൂചിപ്പിച്ചത്, ഇന്ന് ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന തിന്മകൾക്ക് സമാനമായതോ അതിനേക്കാൾ ഭീകരമായതോ ആയ അവസ്ഥ മുമ്പുണ്ടായിട്ടുണ്ട്. യൂസുഫിന്റെ സുലൈഖ അസീസിന്റെ വീട്ടില് അവിടുത്തെ ജോലിക്കാരനായിട്ട് ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ ജോലിക്ക് നിർത്തിയ ഒരു അടിമച്ചക്കന്റെ സ്ഥാനത്താ യൂസുഫ്. ആ യൂസുഫിന്റെ സൗന്ദര്യത്തിൽ ലയിച്ച ഭാര്യ യൂസുഫിനെ പിടിക്കാൻ ശ്രമിച്ചു. നാട്ടിലാകെ പാട്ടായി. എന്താ പാട്ടായതറിയോ? എന്താലേ ആ പെണ്ണിത്ര മോശ. അവളുടെ വീട്ടിൽ പണിക്ക് നിൽക്കുന്ന അടിമച്ചക്കനെ പിടിക്കാനും അവനെ പ്രണയിക്കാനൊക്കെ ശ്രമിച്ചു. നമ്മൾ പറയില്ലേ, എന്താലേ ഓളെ പെരയിൽ പണിക്കുന്ന ബംഗാളിലൊക്കെ ഇറങ്ങിപ്പോയി അറിഞ്ഞാല് അത് നാട്ടില് മാനക്കാടായി പറയും പോലെ, വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന അടിമച്ചക്കനൊക്കെ പ്രണയിക്കുക, ഓനൊക്കെ പിടിച്ചുകാണ്ട് ഇങ്ങനെ കാക്കുക എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് ഇത്ര മോശമാണോ? നാട്ടുകാരൊക്കെ കുറ്റം പറയാൻ തുടങ്ങിയില്ലേ. എന്താ ആ പെണ്ണ് ചെയ്തത്? നിഷേധിച്ചല്ല. അതിനെ പറ്റി ആരോപണം പറയാണ്, രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പത്രസമ്മേളനം വിളിച്ചില്ല. നാട്ടില് തന്നെ കുറ്റം പറയുന്ന പ്രമാണിമാരുടെ സ്ത്രീകളെ വിളിച്ചിട്ട് ഒരു സദ്യ കൊടുത്തിട്ട് ആ സദ്യയുടെ അവസാനത്തില് ഒരു ആപ്പിളും കത്തിയും കൈ കൊടുത്തിട്ട് യൂസുഫിനോട് പറഞ്ഞു, മോനെ യൂസുഫെ ജോലെ മുന്നിൽ കൂടെ ഒന്നും നടക്ക് അല്ലേ. അദ്ദേഹത്തിന്റെ അഭൗമമായ സൗന്ദര്യത്തില് കണ്ണ് മഞ്ഞളിച്ചു പോയ ആ സ്ത്രീകളൊക്കെ അവരുടെ വിരലിൽ ചെത്തിപ്പോയിന്ന അന്തം വിട്ട്, ഇതൊരു മനുഷ്യനല്ലോ, ഇത് മലക്കാട്ടോ എന്ന് പറഞ്ഞ് അന്തം വിട്ട് നിൽക്കുന്ന മനുഷ്യന്മാരോട് ഈ പെണ്ണ് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരൊറ്റ കാഴ്ചയിൽ നിങ്ങൾ വിരല് ചെത്തിയെങ്കിൽ 24 മണിക്കൂർ എന്റെ വീടിന്റെ ഉള്ളില്, എന്റെ റൂമില്, എന്റെ അടുക്കളയില്, എന്റെ വീട്ടിലാണ് യൂസുഫ്. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞറിയോ? ഞാൻ യൂസുഫിനോട് ആഗ്രഹിച്ചിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതെനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, തന്നിട്ടില്ലെങ്കിൽ, എനിക്ക് വഴിപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ അവനെ വേദനാജനകമായ ശിക്ഷയ്ക്ക് വിധേയനാക്കും. ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കി കുറ്റമാരോപിച്ച് ഞാൻ അവനെ ജയിലിൽ അടക്കും. അത്രക്ക് പച്ചക്ക് ഇത്തരം ഒരു കാര്യം വിളിച്ചു പറയാൻ ധൈര്യമുള്ള എത്ര പെണ്ണുങ്ങൾ ഇപ്പൊ ഈ ലോകത്തുണ്ടാവും അല്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആരും ബേജാറാവണ്ട. എന്താ ഇങ്ങനെ, എന്താ നിന്റെ പോക്ക്, എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ എന്ന് നമ്മൾ ബേജാറാവണ്ട. കാരണം ഇതുപോലെയുള്ളതോ ഇതിന് സമാനമായതോ ഇതിനേക്കാൾ മോശപ്പെട്ടതോ ആയ അവസ്ഥ ലോകത്ത് മുമ്പുണ്ടായിട്ട് 2 ആഴ്ച മുമ്പേ. ഒരു ജലാശയത്തിൽ നിന്ന് ദുർഗന്ധം കേട്ടപ്പോ ചുറ്റുഭാഗത്തുള്ള ആളുകൾ തെരഞ്ഞപ്പണ്ട് ഒരു ചെറിയ തോടില് ഒരു കുറ്റിപ്പൊന്തകൾക്കുള്ളില് തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞ ഒരു പൊതി ഈച്ചയാർക്കുന്നുണ്ട്. അവരാ തുണി പുറത്തെടുത്ത് പോലീസിൽ വിവരം അറിയിച്ച് ആ തുണി അഴിച്ചു നോക്കിയപ്പോ അതിലൊരു കുറ്റി ജനിച്ച അന്ന് വലിച്ചെറിയപ്പെട്ട ജീർണിച്ച ഒരു കൊച്ചു കുഞ്ഞിന്റെ ശരീരമാണ്.
പോലീസ് വന്ന് കേസെടുത്ത് അന്വേഷിച്ച് വലിയൊരു പ്രൊഫഷണലിസം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ നാട്ടിലെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് ഈ കുട്ടിന്റെ അമ്മ എന്ന് തിരിച്ചറിഞ്ഞ് ആ പെൺകുട്ടിയെ വിചാരണ ചെയ്തപ്പോ രണ്ടുത്തര പറഞ്ഞേ. ഒന്ന്, കുട്ടിന്റെ വാപ്പാര കൃത്യമായിട്ട് അറിയില്ല. രണ്ടാമത്തേത്, പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ വളർത്താൻ പ്രയാസമാണെന്ന് തോന്നിയപ്പോ ഒഴിവാക്കിയതാണെന്നാ. കേസെടുത്ത് അത് വലിയ വാർത്തയായി. ചാനലുകളൊക്കെ മണിക്കൂറുകൾ ചർച്ച ചെയ്ത് പത്രങ്ങളിലൊക്കെ അത് വാർത്തകളായിട്ട് വന്ന് ഒരു പെൺകുട്ടിയെ കൊന്നു എന്നത് വലിയ കുറ്റായി. എന്നാൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ അവളെ കൊന്നിട്ടില്ലെങ്കിൽ അതൊരു മാനക്കേടായിട്ട് കണ്ട കാലഘട്ടം ലോകത്തില്ലായിരുന്നോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഒരാൾക്ക് പിറന്നത് പെൺകുട്ടിയാണെങ്കിൽ അയാളുടെ മുഖം ദേഷ്യം കൊണ്ടും മാനക്കേട് കൊണ്ടും കറുത്തു പോവുകയും ആ പെൺകുട്ടിയെ കുഴിച്ചു മൂടിയിട്ട് അഭിമാനത്തോടു കൂടി അയാൾ സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് എനിക്ക് ജനിച്ച പെൺകുട്ടിയെ കുഴിച്ചു മൂടി ഞാൻ എന്റെ ധർമ്മം നിർവഹിച്ചിരിക്കുന്നു എന്ന് അയാൾ സമൂഹത്തോട് പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പോ ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോ എന്നും ഒരേ അവസ്ഥയല്ല, അതിങ്ങനെ മാറി മറിഞ്ഞു പോകും. ധാർമ്മികതയുടെ കാലം, അധാർമികതയുടെ കാലം, തിന്മകളുടെ കാലം, നന്മകളുടെ കാലം. തിന്മകൾക്ക് സ്വാധീനം. നമ്മളൊക്കെ കേരളത്തിന്റെ ചരിത്രം നോക്കണ്ടി. ഒരു 150 കൊല്ലം മുമ്പത്തെ നമ്മുടെ കേരളത്തിൽ നടന്നിരുന്ന അധാർമികതകളൊന്നും ഇന്നിപ്പോ 2025 അത്ര നടക്കുന്നില്ല. മറ്റൊരുത്തൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനെ നാട്ടിലെ മേലാളന്മാര് പച്ചക്ക് ഉപയോഗിച്ച് ആ പെണ്ണിന്റെ കൂടെ കിടക്കേണ്ടവൻ റാന്തൽ കത്തിച്ച് പായയും മടക്കി വീടിന്റെ പുറത്തു പോയി കിടക്കേണ്ട ഇന്നലകൾ നമ്മൾ വായിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പൊ എന്താ പറഞ്ഞാലോ, ചുരുക്കത്തിൽ ഇത് ചുരുക്കിയിട്ട് ചുരുങ്ങാതെ അങ്ങനെ പോവുകയാണ്. പിന്നെയും പിടുത്തം കിട്ടാതെ പോവുക. അതുകൊണ്ട് ഞാൻ ഉദാഹരണം നിർത്തി എന്ന് പറഞ്ഞാൽ ബേജാറാകണ്ട. ഇങ്ങനെയൊക്കെ തന്നെയാണ് ലോകം. പക്ഷേ മനുഷ്യൻ ഈ ലോകത്ത് അധാർമികതയിലേക്ക് കൂപ്പുകുത്തി വീണപ്പോഴൊക്കെയും ആ മനുഷ്യരെ സംസ്കരിക്കാൻ, ആ മനുഷ്യരെ നേരിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഈ ലോകത്ത് സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പടച്ച തമ്പുരാൻ ഈ ലോകത്തേക്ക് പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്, വേദഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ പഠിക്കണം. നമ്മുടെ മദ്രസ കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ, ചരിത്ര പുസ്തകത്തിൽ നിങ്ങളത് വായിക്കണം. അല്ലെങ്കിലും എനിക്ക് രക്ഷിതാക്കളോടൊക്കെ പറയാറുണ്ട്, വായന പറ്റ മരിച്ചുപോയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കണം കേട്ടോ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ലോകത്തിന് വെളിച്ചമാവാൻ അല്ലാഹു തആല ഈ ലോകത്തേക്ക് അവതരിപ്പിച്ച ആ വെളിച്ചത്തിന്റെ സ്രോതസ് ഉണ്ടല്ലോ, വിശുദ്ധ ഖുർആൻ. ആ ഖുർആന്റെ ഒന്നാമത്തെ വാക്കെന്താ? നിങ്ങൾ നിസ്കരിക്കണമെന്നോ നോമ്പൊൽക്കണമെന്നല്ല. ഒന്നാമതായി പറഞ്ഞത് ഇഖ്റ എന്നാണ്. നീ വായിക്കുന്നതാണ്. വായന എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു സംഗതി തന്നെയാണ്. ആ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിന്മയുടെ ഈറ്റില്ലമായ ആ ജാഹിലിയത്തിലെ കാട്ടറബികളെ എങ്ങനെയാണ് സംസ്കരിച്ചത്? ചരിത്രം അങ്ങനെ. ഞാൻ ചരിത്രം വായിക്കാൻ പറയുന്നത് അറിയാം. നിങ്ങൾ ഖുർആൻ വായിക്കുക. നമ്മളെ മദ്രസ കുട്ടികൾ 2ാം ക്ലാസ് മുതൽ പഠിക്കുന്ന പാഠപുസ്തകം വെറുതെ വീട്ടിലുള്ള സമയത്ത് ഈ മൊബൈലിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നതിന് പകരം നിങ്ങൾ ഇടയ്ക്ക ചെറിയ പാഠപുസ്തകം, ആകർഷകമായ ശൈലിയിൽ എഴുതിയ ചെറിയ പുസ്തകമാണ്. ആർക്കും വായിക്കാം, കണ്ണാണാത്തവരും വായിക്കാം. കാരണം വലിയ ലിപികളില്ല. അത് വായിച്ചോക്കേണ്ടി. നമ്മുടെ പണ്ടൊക്കെ നമ്മളൊക്കെ പറഞ്ഞാല് ദീന് പഠിച്ച് മദ്രസ ഏതാ പ്രായം നിറങ്ങൾ ജനാപത്ത് കുളിയെ പറ്റി പഠിപ്പിക്കുന്നത് 3ാം ക്ലാസ് എന്നാ. ജനാപത്ത് കുളിയെ കുറിച്ച് നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കണേ 3ാം ക്ലാസ്സിലാ. അന്ന് വയസ്സെത്ര അറിയങ്ങൾ? 8 വയസ്സേ. 8 വയസ്സുള്ള കുട്ടിക്ക് എന്ത് ജനാപത്ത്? ഓനെന്താ അറിയാ? ഓനത് പഠിപ്പിച്ചാൽ മനസ്സിലാവൂല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പല മദ്രസയിലെയും അധ്യാപകർ എന്താ പറയാരോ, ആ പാഠങ്ങളൊക്കെ അത് നിങ്ങൾ വായിച്ചിട്ടേ അതിന്റെ അവസാനത്തെ ചോദ്യത്തിന്റെ ഉത്തരം എഴുതിയാൽ മതിട്ടോന്ന് പറയാ. കാരണം ഈ ചെറിയ 8 വയസ്സുള്ള കുട്ടിയോട് ആർത്തവം, മെൻസസ്, പ്രസവരക്തം, അല്ലെങ്കിൽ ജനാപത്ത്, ഭാര്യഭർത്തൃ ഇതൊക്കെ പറഞ്ഞിട്ട് ഓർക്ക് എന്ത് മനസ്സിലാവാനാ? അവിടെ തീരാണ്. നമ്മളൊക്കെ 5ാം ക്ലാസ് നിർത്തി. എനിക്കറിയാം, UAE-യിൽ നിന്ന് ഒരു സുഹൃത്തിന്റെ ചോദ്യം, എനിക്ക് അയാളെ പരിചയമല്ല. ഉസ്താദല്ലേ? അതെ, ഉസ്താദാണ്. ഒരു സംശയം ചോദിക്കേണ്ടനി. എന്താ സംശയം? ഒന്നുമില്ല ഉസ്താദെ, അത് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ രാവിലെ സുബൈക്ക് മുമ്പ് ശരിക്കും കുളിക്കണോന്ന് ചോദിച്ചേ. ശരിക്കും കുളിക്കണോ? അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ? അല്ല, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ശരിക്കും കുളിക്കണം. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചത് ഇപ്പൊ എങ്ങനെ കുളിക്കല്? അപ്പൊ അവൻ പറഞ്ഞു ഞാൻ അരന്റെ കീപ്പെട്ട് കഴുകിയിട്ട് നിസ്കരിക്കലാണ്. ഞാൻ ഓടും. എത്ര കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്? 4 കൊല്ലായി. 4 കൊല്ലായി എത്ര? അരന്റെ കീപ്പെട്ട് കഴുകിയിട്ട് നിസ്കരിക്കല. ഇപ്പോഴാരോ പറഞ്ഞല്ലോ ശരിക്കും കുളിക്കണം. അപ്പൊ ഓന് സംശയം, ശരിക്കും കുളിക്കണോ? ഓനെ കുറ്റം പറയണ്ട. ഞാൻ ചോദിച്ചു മോനെ നാടേതാണ്? പതിറ്റാണ്ടുകളായി ഏറെ ഉത്ബുദ്ധരായ ജനങ്ങൾ പാർക്കുന്ന ഒരു നാട്ടിലാ. കുഴപ്പമൊന്നുമല്ല, മദ്രസയിലൊക്കെ പോയിക്കണ്. പക്ഷെ ഈ 3ാം ക്ലാസ്സിൽ പഠിച്ച ജനാപത്ത് ഓനെ അറിയുന്നില്ലത് എന്താണുള്ളത്.
ഞാൻ സൂചിപ്പിച്ച എന്താ നിങ്ങള്, ഇത് നിങ്ങളൊക്കെ നിങ്ങളെ വീട്ടിൽ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ പുസ്തകം എടുത്തുകൊണ്ട് വെറുതെ ഒന്ന് വായിക്കുക. അതിന് ചെലവൊന്നുമില്ലല്ലോ. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് തരും. അള്ളാഹു നല്ല അറിവ് സമ്പാദിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴാണ് അള്ളാഹു ഈ ലോകത്തേക്ക് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്? അതിന്റെ ഉത്തരം എന്താ? ജനങ്ങള് ആരോഗ്യപരമായി തളർന്നപ്പോഴോ, ജനങ്ങൾ പട്ടിണി കിടന്നപ്പോഴോ, ജനങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാത്ത കാലത്തോ അപ്പോഴൊന്നുമല്ല പ്രവാചകന്മാർ വന്നത്. ഓരോരോ കാലഘട്ടത്തിലെ ജനങ്ങളും വ്യാപകമായ തിന്മയുടെ ആളുകളായി മാറിയപ്പോഴാണ് പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും അള്ളാഹു അയച്ചത്. എന്നിട്ടോ ആ പ്രവാചകന്മാർ അവരെ സംസ്കരിച്ചു. ആ പ്രവാചകന്മാർ അവർക്കിടയിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കി, അവർക്കിടയിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റുണ്ടാക്കി. എങ്ങനെ, എന്തായിരുന്നു ആ പ്രവാചകന്മാരുടെ മാറ്റത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അവർ ഉപയോഗിച്ച ആയുധം ഏതായിരുന്നു? ശത്രുക്കളായിരുന്നോ? ആയുധങ്ങളായിരുന്നോ? സൈന്യമായിരുന്നോ? കോടതികളായിരുന്നോ? നിയമങ്ങളായിരുന്നോ? വിദ്യാഭ്യാസമായിരുന്നോ? ഭക്ഷണമായിരുന്നോ? വീടുകളായിരുന്നോ? എന്തായിരുന്നു ആ പ്രവാചകന്മാരുടെ മാറ്റത്തിന് ഉപയോഗിച്ച ആയുധം ഏതായിരുന്നു? അത് ചിന്തിച്ച് തലമുണ്ടാക്കണ്ട. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമുഅയുടെ 2-ാമത്തെ ആയത്ത്, ഹുവല്ലദീ بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു അക്ഷരമറിയാത്ത ഒരു വരങ്ങനെ വരച്ചാൽ അത് അലിഫാണ് വായിക്കുക എന്ന് പഠിച്ചിട്ടില്ലാത്ത, ആരും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു പ്രവാചകനെ, അത് വായിക്കാൻ അറിയാത്ത ഒരു സമൂഹത്തിലേക്ക് അല്ലാഹു തആല പ്രവാചകനായി നിശ്ചയിച്ചു. കേട്ടോ, അള്ളാന്റെ ആയത്തുകൾ ആ പ്രവാചകനോട് ഓതിക്കൊടുത്തു. ആ ആയത്തുകളിലൂടെ അവരെ സംസ്കരിച്ചു. ഖുർആനും അതിന്റെ വിശദീകരണവും അവർക്ക് ആ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു. അതിനു മുമ്പ്, ആ പ്രവാചകന്റെ ആഗമനത്തിനു മുമ്പ്, ആ പ്രവാചകന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് മുമ്പ് ആ ജനത ഏറ്റവും വഴിപിഴച്ചു പോയ ഒരു ജനതയായിരുന്നു. ആ പ്രവാചകൻ അവരെ പരിവർത്തിപ്പിച്ചു. എന്തേ? ഖുർആൻ കൊണ്ട് പരിവർത്തിപ്പിച്ച്. ലോകത്ത് ഏത് തിന്മ നടന്ന കാലമാവട്ടെ, ആ തിന്മയിൽ നിന്ന് പരിവർത്തനത്തിന് വേണ്ടി റബ്ബ് പറഞ്ഞയച്ച പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ പടച്ച റബ്ബ് ഏൽപ്പിച്ച ആയുധം ഏതാ? വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഞാനല്ലാത്ത ഒരു ഇലാഹ് നിങ്ങൾക്കില്ല, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പഠിപ്പിച്ചുകൊണ്ടാണ് ഏതൊരു പ്രവാചകന്മാരും സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കിയത്. അത് മറക്കരുത് കേട്ടോ. ലായില. അപ്പൊ നമുക്ക് തോന്നൂലേ, പടച്ചോനെ എന്റെ ജീവിതം എന്താ അങ്ങനെ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോകുന്നുണ്ടല്ലോ, എനിക്കെന്താ മാറാൻ പറ്റാത്തത്, എനിക്കെന്താ തെറ്റെന്ന് വിട്ടിക്കാൻ പറ്റാത്തത്, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും എന്താ എനിക്ക് മാറ്റിവെക്കാൻ പറ്റാത്തത്, എന്റെ മക്കളെന്താ അങ്ങനെ, എന്റെ ഭാര്യ എന്താ അങ്ങനെ, എന്റെ ബാപ്പാന്റെ കാര്യം പറഞ്ഞ് ഒരു സുഹൃത്ത് ഞാൻ പോർന്നീന്റെ തലേന്ന് കരഞ്ഞു. അയാളുടെ ബാപ്പ കള്ളു കുടിക്കത്ര, എപ്പോഴും നല്ല മനുഷ്യനാണ്, പക്ഷെ ഇപ്പോഴും കള്ളു കുടിക്കാറുണ്ട് അത്ര. ബാപ്പാക്കൊരു മനംമാറ്റം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് 10-30 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ കരഞ്ഞത്. എന്താ മാറാൻ മാർഗം? കൗൺസിലിംഗ്. ചില ആൾക്കാർ പറയും ഇങ്ങനെയൊക്കെ ഉണ്ട്, ഒരു നല്ല കൗൺസിലിംഗ് കിട്ടാണ്ടോ? എന്താ മാറാനുള്ള മാർഗം? മാറാനുള്ള മാർഗം ലാ ഇലാഹ ഇല്ലല്ലാഹ്. മാറാനുള്ള മാർഗവും മാറ്റാനുള്ള മാർഗവും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലോകത്ത് ഏതേത് കാലഘട്ടങ്ങളിൽ ഏതേത് ജനത എന്തൊക്കെ തെറ്റുകൾ ചെയ്ത് ജീവിച്ചിട്ടുണ്ടോ, കാലഘട്ടം വ്യത്യസ്തമാവാം, ജനതകൾ വ്യത്യസ്തമാവാം, തെറ്റുകൾ വ്യത്യസ്തമാവാം, ഏതാവട്ടെ മരുന്നൊന്നാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടില് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സക്ക് പോയാല് ഒരു ചോന്ന നിറമുള്ള വെള്ളം കിട്ടും. ജലദോഷം മുതൽ ക്യാൻസർ വരെയുള്ള രോഗത്തിന് ആ ഒരു മരുന്നാ കിട്ടുക. അത് വെള്ളം പാർന്ന് ഇങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ തോനെ ആക്കി വെക്കും. നമ്മൾ ചെല്ലുമ്പോ ഒരു 450 മില്ലി ഒരു കുപ്പിയിലേക്ക് അത് കലക്കിത്തരും. നമ്മളത് കുടിക്കും, രോഗം മാറും. അന്ന് അങ്ങനെയായിരുന്നു. ഏത് രോഗത്തിനും ആ മരുന്ന. ലോകത്ത് ഏത് തിന്മയുണ്ടോ ആ തിന്മയെ തടയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരുന്നാ. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതൊരു മരുന്നാണോ? ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലെ ഒരാള് ലഹരിക്ക് അടിപ്പെട്ടു എന്ന് വിചാരിക്കുക. അയാള് കള്ളുകുടി, കഞ്ചാവ്, ലഹരി എമ്പാട് ഉപയോഗിക്കുന്ന ആളാ. അവസാനം പിടുത്തം പെട്ടിക്കണ്, ലഹരി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിക്കണ്. നമ്മൾ അയാളെ ചികിത്സിക്കാൻ തീരുമാനിച്ച് ഡി അഡിക്ഷൻ സെന്ററുകള്, മരുന്നുകള്, അറിഞ്ഞു കൊടുക്കുന്ന മരുന്ന്, അറിയാതെ കൊടുക്കുന്ന മരുന്ന്, പച്ചമരുന്ന്, അലോപ്പതി മരുന്ന്, ഹോമിയോ മരുന്ന്, എന്തൊക്കെ കൊടുത്താലും നന്നാവില്ല. എന്റെ അഭിപ്രായത്തില്, എന്റെ അറിവില് ലഹരിയിൽ നിന്ന് മുക്തനാക്കാൻ വേണ്ടി 10,000 കൊടുത്ത് ചികിത്സിച്ച ആളുകളിൽ ഒരു 80
80% അതിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. അത് ആ ബാറിന്റെ ബോർഡ് ഇങ്ങനെ കാണുമ്പോൾ ഓൻ അറിയാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോവും. എത്ര മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരോടൊക്കെ എനിക്ക് വളരെ സ്നേഹത്തോടു കൂടി ഒരു കാര്യം പറയാനുണ്ട്. ഈ ലഹരിയെ ഏറ്റവും അകറ്റി നിർത്തിയ ഒരു മതമാണ് ഇസ്ലാം. അടുപ്പിക്കാൻ പോലും പറ്റാത്ത വിധം ലഹരി ഉണ്ടാക്കുന്ന സകല വസ്തുക്കളും, അത് വെള്ളമോ പൊടിയോ പുകയോ ഇലയോ കായോ പൂവോ കടലാസോ പേപ്പറോ സ്റ്റാമ്പോ എന്തായിരുന്നാലും അതൊക്കെ നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. അത് നജസാണെന്ന് പഠിപ്പിച്ച മതമാണ്. ഒരു ഇത്തിരിയെങ്കാലും വസ്ത്രത്തിലായാലേ അത് കഴുകി വൃത്തിയാക്കാതെ നിസ്കാരം സ്വീകരിക്കാത്ത മത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞേ, ആരെങ്കിലും ഒരാൾ ഒരു പ്രാവശ്യം ലഹരി ഉപയോഗിച്ചാൽ അയാൾ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവന്റെ 40 ദിവസത്തെ നിസ്കാരങ്ങൾ അള്ളാഹുവിന് വേണ്ട. 40 ദിവസത്തെ നിസ്കാരം എന്ന് പറഞ്ഞാല് 200 നിസ്കാരം. 200 നിസ്കാരം ഒരു നുള്ള് ചുണ്ടിനിടയിൽ വെച്ചവൻ, സഹോദരന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങി ഒരു പുക എടുത്തവൻ, മറ്റവൻ കുടിച്ചു വെച്ച ഗ്ലാസിന്റെ അടിയിലെ ചുവന്ന വെള്ളം ഒരിറക്ക് വായിലേക്ക് ഒഴിച്ചവൻ, ആരാവട്ടെ, അവൻ തൗബ ചെയ്തു മടങ്ങിയിട്ടില്ലെങ്കിൽ അവന്റെ നമസ്കാരങ്ങൾ പടച്ച റബ്ബിന് വേണ്ട. അത്രത്തോളം അകറ്റി നിർത്തിയ സാധനം അല്ലേ. അത് കുടിക്കുന്നിടത്ത് ഇരിക്കാൻ പാടില്ല, കുടിക്കാൻ പാടില്ല എന്നല്ല. മദ്യം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സദസ്സുകളിൽ, ഭക്ഷണ സദസ്സുകളിൽ നിങ്ങൾ ഇരിക്കരുത്, ഭക്ഷണം കഴിക്കരുത്. നമ്മളെ ചില ആൾക്കാർ പറയാം, ആ ഷാപ്പിലെ കറിയും കൂട്ടി ഇങ്ങനെ ചോറുന്നുള്ള സുഗന്ധ. ഷാപ്പിലെ കറി നമ്മൾ കുടിക്കാഞ്ഞാ പോലെ, നമ്മൾ മീൻകറിയിലെ കൂട്ടുന്നത് എന്താ കുഴപ്പം? അല്ലെങ്കിൽ ബാറിലെ ബീഫിന്റെ ടേസ്റ്റ് എന്താ? കുടിക്കാഞ്ഞാ പോരെ? പോരാ. മദ്യം വിളമ്പുന്ന സദസ്സുകളിൽ ഇരിക്കരുത്, അവിടുന്ന് ഭക്ഷണം കഴിക്കരുത്. അതുമായി ബന്ധപ്പെട്ട 10 ആളുകളെ അള്ളാഹു ശപിച്ചു എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. ഉണ്ടാക്കുന്നവൻ, സഹായിക്കുന്നവൻ, ജോലി ചെയ്യുന്നവൻ, വാങ്ങുന്നവൻ, കൊണ്ടുവരുന്നവൻ, കൊണ്ടുകൊടുക്കുന്നവൻ, ഒഴിച്ചു കൊടുക്കുന്നവൻ ഒക്കെ ശപിക്കപ്പെട്ടവരാന്നാ. ഞാനൊരിക്കൽ ഇവിടുന്ന് പോണ സമയത്തെ ദുബായ് ഡ്യൂട്ടി ഫ്രീ സ്റ്റീലിലൊക്കെ കിടക്കുമ്പോൾ നല്ല പരിചയമുള്ള സുഹൃത്തിനെ കണ്ട് അദ്ദേഹം സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആയിക്കോട്ടെ അറിഞ്ഞ് പോയിട്ട് ഞാനിങ്ങനെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കണ്ടിങ്ങനെ കാണൽ രസമാണ്. നടക്കുമ്പോണ്ട് അപ്പുറത്ത് ഇങ്ങനെ ചൊറുക്കിനുള്ള കുപ്പിയിൽ നിന്ന് ഒരു കുപ്പി എടുത്തിട്ട് അദ്ദേഹം തന്റെ ബാഗിലേക്ക് വെച്ചു. തിരിഞ്ഞു നോക്കി അപ്പൊ എന്നെ കണ്ടപ്പോ വല്ലാത്ത ജാള്യത. അപ്പൊ എന്നോട് പറഞ്ഞു, സാറേ എനിക്കല്ലോ, എന്റെ 2 സുഹൃത്തുക്കളുണ്ട്, എന്ത് കാര്യം പറഞ്ഞാലും എപ്പോഴും ഓല ഉണ്ടാവുക, വീട്ടിലെ കാര്യങ്ങൾക്ക് ഓല ഉണ്ടാവുക, ഞാൻ വരുമ്പോ എയർപോർട്ടിൽ ഓലിനെ കാത്തുക്കുണ്ടാവും, ദോൽക്ക് കൊടുക്കാനുള്ളതാണ്. ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കുടിക്കണോ മാത്രമല്ല, അത് വാങ്ങി കൊടുക്കുന്നവനും, അത് കൊണ്ടുപോയി കൊടുക്കുന്നവനും, അത് എത്തിച്ചു കൊടുക്കുന്നവനും ഒക്കെ അള്ളാഹുവിനാൽ ശപിക്കപ്പെട്ടവരാണെന്ന് പ്രവാചകന്റെ വാക്കുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ സുഹൃത്ത് ആ കുപ്പി അവിടെ തന്നെ വെച്ചു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാവരെയും. അതായത് ലഹരിയെ അത്ര കണ്ട് അകറ്റി നിർത്തിയ മത. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ. ഇപ്പൊ പല വീട്ടിൽ നിന്നും കല്യാണം കഴിഞ്ഞ് 3-4 കൊല്ലമായ പെൺമക്കൾ വിളിക്കുന്നുണ്ട്, ഉസ്താദേ പിന്നെ ഒരു കരച്ചില, എന്തേ നിങ്ങൾ ആരോടും പറയരുത് കേട്ടോ, എന്താ സംഗതി, എന്റെ ഭർത്താവ് ഇന്നലെ കുടിച്ചുകൊണ്ടാ വന്നേ, ഇവരെ വാപ്പ പള്ളിന്റെ പ്രസിഡന്റാ, എന്റെ വാപ്പ പള്ളിന്റെ മുത്തവല്യ, ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അത് പറഞ്ഞാൽ എന്റെ വാപ്പാക്ക് ഹൃദയസ്തംഭനം ഉണ്ടാകും, അതുകൊണ്ട് എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. മൂപ്പർ ഇന്നലെയും കുടിച്ചുകൊണ്ടാ വന്നേ, പണ്ടൊരിക്കൽ കുടിച്ചു വന്നീനി, അന്ന് ഞാൻ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഇനി മേലാ കുടിക്കൂല, ഇന്നലെ കുടിച്ചുകൊണ്ടാ വന്ന്, മാത്രല്ല ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, ഞാൻ എതിർക്കാൻ ശ്രമിച്ചപ്പോ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഞാനിത് ആരോടാ പറയാ? ഒരാളല്ല, പലരും പറയുന്നുണ്ട്. ചെറുപ്പക്കാരോട് ചോദിക്കുമ്പോ എന്താ പറയാരോ? ടെൻഷൻ കൊണ്ടാണ്, ജോലിയുടെ പ്രയാസം കൊണ്ടാണ്, മനസ്സംഘർഷം കൊണ്ടാണ്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ടെൻഷൻ കൂടിയത് കൊണ്ടാണ്, ഒന്നുമില്ലെങ്കിൽ മൂത്രച്ചൂട് കുറക്കാനാണ് അതിലൊരു കാരണം അവൻ്റെ അടുത്ത് ഉണ്ടാവും. അപ്പോഴൊക്കെ ഓനെന്താ വിചാരിക്കാരോ? അത് 1-2 വട്ടമൊക്കെ അല്ലേ, പിന്നെ പതുക്കെ അങ്ങോട്ട് ഒഴിവാക്കാം, പിന്നെ നിർത്താം. KK മുഹമ്മദ് സുല്ലമി തമാശയായിട്ട് പറയാറുണ്ട്, സിഗരറ്റ് വലി നിർത്താൻ അത്ര പണിയൊന്നുമില്ല, ഞാൻ 16 വട്ടം നിർത്തിയെന്ന് പറഞ്ഞു. അതേപോലെ ഈ സുഹൃത്തുക്കൾ പറയാ, അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ വിചാരിച്ച അപ്പം നിർത്താലോ. പൊന്നാര സഹോദര, സ്നേഹം കൊണ്ട് പറയാ, വർത്തമാനകാലത്ത് നബിയുടെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ കാലത്ത് മദ്യം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? നിങ്ങള് നല്ല വിളഞ്ഞ മുന്തിരി പറിച്ചിട്ട് നല്ല കലത്തിലിട്ടിട്ട് വായു കിടക്കാതെ തുണി കൊണ്ട് കെട്ടിയിട്ട് മണ്ണിൽ കുഴിച്ചിട്ട് 30, 60, 90 ഒക്കെ ദിവസം കഴിയുമ്പോ അവർ മണ്ണിന്ന് കുഴിച്ചെടുക്കുമ്പോ ആ ദ്രവിച്ച മുന്തിരിയുടെ ആ വല്ലാത്ത ലഹരിയുള്ള സത്തയാണ് അന്നത്തെ മദ്യം. എന്നിട്ടും അള്ള പറഞ്ഞില്ലേ, എത്ര ചെറിയ അളവാണെങ്കിൽ പോലും അത് നിഷിദ്ധമാണെന്ന് പറഞ്ഞേ. ഇന്നത്തെ ലഹരി അങ്ങനെയല്ല, സിന്തറ്റിക് മയക്കുമരുന്നുകളാ, തനി കെമിക്കലുകള്, അതിലേക്ക് രാസവസ്തുക്കളല്ലാതെ ഒന്നുമില്ല. അതൊരു ഇത്തിരി ഏതെങ്കിലും സമയത്ത് ശരീരത്തിലേക്ക് എങ്ങാനും കടന്നു കയറിയാൽ പിന്നീട് ഒരിക്കലും അതിന്റെ പിടുത്തത്തിൽ നിന്ന് തിരിച്ചു നടക്കാൻ കഴിയാത്ത ദുരന്തത്തിലേക്ക്
കുട്ടികളൊക്കെ നന്നായി ശ്രദ്ധിക്കണേ. ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മുടെ കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ച 12 മണി മുതൽ 2 മണി വരെ. നമ്മുടെ കേരള നിയമസഭയ്ക്ക് ഒരു പ്രത്യേകത എന്താ പറയുക, ഇപ്പൊ രാത്രിയാണ് എന്ന് ഒരു പക്ഷം പറഞ്ഞാൽ മറ്റേ പക്ഷം ഇപ്പം പകലാൻ തെളിയിക്കും. അത്ര പ്രഗത്ഭർ 2 ഭാഗത്തുണ്ട്. ആജാദ് നിയമസഭയാണ് നമ്മുടെ നിയമസഭ. ആ നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ശ്വാസമടക്കി പിടിച്ച് ഒരേ രൂപത്തിൽ തർക്കമില്ലാതെ 3 മണിക്കൂർ ചർച്ച ചെയ്തു. എന്തരങ്ങള്, ലഹരിയുടെ വ്യാപനം തടയാൻ കഴിയാത്ത വിധം നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ മാർഗം? അവസാനം ചർച്ച ചെയ്തെടുത്തരങ്ങള് ഒരു മാർഗമല്ല, അവനവൻ സ്വയം പ്രതിരോധിക്കുക എന്നല്ലാതെ ഒരു മാർഗമല്ല അത്ര. എന്താ കാരണം എന്നറിയോ? ലഹരിയെ തടയാൻ എന്ത് സംവിധാനമാണോ നമ്മുടെ കയ്യിലുള്ളത്, ആ സംവിധാനത്തിന്റെ 4 ഇരട്ടി സംവിധാനമുണ്ട് ലഹരി വിൽക്കുന്നവന്റെ കയ്യിൽ. ഒരു പഞ്ചായത്തിലെ, ഒരു നിയമസഭാ മണ്ഡലത്തിലെ ഒരു എക്സൈസ് ഓഫീസും 10 ഗാർഡുകളും ഉള്ളത് കഞ്ചാവ് തടയാൻ. എന്നാൽ അതേ മണ്ഡലത്തിൽ 250 ആൾക്കാരുണ്ടാവും കഞ്ചാവ് വിൽക്കാനും അത് പ്രചരിപ്പിക്കാനും. ഓരെ തടയാനാണ് ഈ 10 ആള് നടക്കാൻ. ലോകത്തിലെ തന്നെ വൻ രാഷ്ട്രീയ ശക്തികളെ, രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നത് ലഹരി മാഫിയാണെന്ന് പറഞ്ഞേ. അതുകൊണ്ട് ലഹരിയെ ഒരു ഭരണകൂടത്തിന് തടയാനൊന്നും പറ്റൂല. അവനവൻ സ്വയം ബോധവാന്മാരാവുക, അവനാന്റെ മക്കളെ അവനാ സൂക്ഷിക്കുക. കണ്ണ് ചുവക്കുമ്പോ, വാക്കുകൾ മാറുമ്പോ, കാലുകൾ ഇടറുമ്പോ, അവർ വൈകുന്നേരം വൈകി വരുമ്പോ, രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴൊക്കെ അവർ അസ്വാഭാവികമായ പ്രവർത്തനം കാണുമ്പോ, മുഖത്തേക്ക് നോക്കാൻ മടിക്കുന്ന കണ്ണുകളും കുനിഞ്ഞു നടക്കുന്ന തലയും ഒക്കെ കാണുമ്പോ ഒന്ന് വിളിച്ചു വരുത്തിയിട്ടേ ഒന്ന് പരിശോധിക്കണം. എന്റെ കുട്ടിയല്ലേ, എന്റെ കുട്ടിന് എനിക്ക് വിശ്വാസം തന്നെയാണ്. പക്ഷേ സകല വിശ്വാസങ്ങളെയും തകർത്ത് കളയാൻ ഇന്ന് ലഹരി മാഫിയ. നമ്മളെ അടുത്ത പ്രദേശത്തെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ ലഹരിയുടെ ഭയങ്കരമായ ഇത് വന്നപ്പോ PTA യോഗം കൂടി തീരുമാനിച്ചേ ഇത് എങ്ങനെ ക്യാമ്പസിൽ എത്തുന്നത് കണ്ടുപിടിക്കണം. അവസാനം PTA കമ്മിറ്റിയിലെ 2-3 ആളുകൾ ഓരോ ദിവസം കാവലിക്കാൻ തീരുമാനിച്ച് ഒരാള് കണ്ടെത്തി ഇതെങ്ങനെ വരുന്നത്. അയാൾ ആ വിവരം ഹെഡ്മാസ്റ്റർ അറിയിച്ച്, പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച്, പോലീസ് പിടിച്ച അയാളെ. പക്ഷേ ആ ലഹരി വിൽക്കുന്ന ആള് അന്ന് വൈകുന്നേരം തന്നെ സ്റ്റേഷനിൽ ഇറങ്ങി. ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഓനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ആരേതറിയങ്ങള് ഇത് പറഞ്ഞു കൊടുത്ത ആള് ഒരു പാഠം പഠിപ്പിക്കും. അയാൾ പഠിപ്പിച്ച് എന്താ പഠിപ്പിച്ചറിയോ? അത് പറഞ്ഞു കൊടുത്ത മനുഷ്യന്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ലഹരിയുടെ ഒരു ഉപഭോക്താവാക്കി മാറ്റാൻ അയാൾക്ക് കഴിഞ്ഞു. അയാൾ സൗജന്യമായിട്ട് ആ കുട്ടിക്ക് പലപ്പോഴും സാധനം കൊടുത്ത് അവസാനം കുട്ടി ഇങ്ങനെ കറങ്ങി വീട്ടുമുറ്റത്ത് വീണപ്പം ഡോക്ടറെ അടുത്തെത്തി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് സംഗതി മാറിയിട്ടുണ്ട്, പ്രതികാരമാണത്. അതാണ് ലോകം. അതുകൊണ്ട് അവനാന്റെ മക്കളെ പൈസ ഉണ്ടാക്കാനൊക്കെ വേണ്ടി പ്രവാസ ലോകത്ത് കുടുംബങ്ങളൊക്കെ മാറ്റിവെച്ച് പണമുണ്ടാക്കൽ മാത്രമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് വിശ്വസിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാവാം. പക്ഷേ മറക്കരുത്, നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത് വളരെ അപകടകരമായ കാലത്താണ്. ഓരോ കുറ്റം പറയരുത്. പെരും മഴ പെയ്യുന്ന ഭൂമിയിലേക്ക് മക്കളെ നനയരുത് എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ ഇറക്കി വിട്ടാൽ നനയാതിരിക്കൂല. ഒരു കൊടയെങ്കിലും കൊടുത്തിട്ട് മക്കള് മഴ പെയ്യുമ്പോ ഇതൊന്ന് നിർത്തി പിടിക്കണം കേട്ടോ എന്ന് പറയാൻ ധാർമ്മികതയുടെ ഒരു കുട നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമ്മൾ മറക്കരുത്. ഞാനിത് പറഞ്ഞു എന്തിനാ, ലഹരി അത്രമാത്രം സ്വാധീനം ചെലുത്തിയ ശക്തമായ ഒരു കാലഘട്ടത്തിൽ ഇതിന് സമാനമായ ഒരു കാലഘട്ടം ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. കുടിക്കാത്ത ഒരാളുമില്ലാത്ത, ലഹരിയില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്ത, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് മുന്തിരിവള്ളിക്ക് താഴെ കുഴിച്ചിടണം, എന്റെ അസ്ഥികൾക്ക് മുന്തിരിവള്ളിയുടെ പുളിപ്പ് ലഭിക്കട്ടെ എന്ന് പാടിയ കവികളുടെ കാലത്ത് അള്ളാഹുവിന്റെ ഹബീബ് ഇസ്ലാം മതം പ്രചരിപ്പിച്ച് ആ സമൂഹം മദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരൊറ്റ ആയത്ത് കൊണ്ടാണ്. അവിടെ സെമിനാറുകൾ നടത്തിയിട്ടില്ല, സിംബോസിയങ്ങൾ ഉണ്ടായിട്ടില്ല, കൗൺസിലിങ്ങുകൾ ഉണ്ടായിട്ടില്ല, അവിടെ അതുപോലത്തെ സമരങ്ങളോ ധർണകളോ ഉണ്ടായിട്ടില്ല, മദ്യവിരുദ്ധ സമിതികൾ ഉണ്ടായിട്ടില്ല. ഒരൊറ്റ വാക്ക് അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഇത് ഒഴിവാക്കാൻ സമയമായില്ലേ? ഒഴിവാക്കി. കുടിച്ചുകൊണ്ടിരിക്കുന്നവൻ തുപ്പിക്കളഞ്ഞ്, ഒഴിച്ചു കൊടുക്കുന്നവൻ പുറത്തേക്ക് ഒഴിച്ചു കളഞ്ഞ്, സ്റ്റോക്ക് ചെയ്തവൻ, വലിയ സ്റ്റോക്ക് ഉള്ളവർ പ്രവാചകന്റെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞില്ല. അള്ളാഹുവിന്റെ റസൂലെ, വലിയ സംഖ്യയുടെ സ്റ്റോക്ക് ഉണ്ട്, അത് ഉപയോഗിച്ച് തീരും വരെ ഈ നിയമം ഒന്ന് പിൻവലിക്കണമെന്ന് ആരും പറഞ്ഞില്ല. മദീനയുടെ തെരുവിലൂടെ മദ്യത്തിന്റെ അരുവി ഒഴുകി എന്ന് മാത്രല്ല, ആ അരുവി ഒഴുകിയടത്ത് നനഞ്ഞ മണ്ണില് ചില പുല്ല് കിളിർത്തുണ്ടായപ്പോ ആ പുല്ല് ചില ആടുകൾ തിന്നപ്പോ ആടിന്റെ ഉടമസ്ഥന് പേടി. എന്ത്? കള്ള് ചിന്തിയെടുത്ത് മുളച്ച പുല്ല് തിന്ന ആടിന്റെ ഇറച്ചി തിന്നാൻ പറ്റുമോ?
അത്ര അവർ മദ്യത്തെ വെറുത്തു ഒരായത്ത് കൊണ്ട്. എന്തേ കാരണം നിങ്ങൾ? അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് നന്നായിട്ട് ഇറങ്ങിയാൽ പിന്നെ ഓനോട് കള്ളു കുടിക്കണ്ട, വ്യഭിചരിക്കണ്ടെന്ന് ഓരോന്നോരോന്ന് പറയണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇറങ്ങിക്കണോ പിന്നെ ഓനോട് ആ വഴിക്ക് നമ്മൾ പോണ്ട. അത് അവനിൽ മാറ്റണ്ടാക്കും. ഇവിടെ പ്രവാസ ലോകത്ത് ഏറെ സമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ എല്ലാ സുഖാസ്വാദനം തായ്ലൻഡിലൊക്കെ മാസങ്ങളോളം പാർത്തിട്ടുണ്ടെന്നാ. ആസ്വാദനത്തിന് വേണ്ടി മാത്രം അദ്ദേഹം എന്നോട് പറഞ്ഞ് എന്റെ ജീവിത കഥയൊക്കെ എപ്പിച്ച് നിങ്ങളോട് പറയാൻ ഉസ്താദേ അറപ്പുണ്ട്, നിങ്ങൾ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടി. എപ്പോഴോ ഒന്ന് തൗഹീദ് കയറിയിരിക്കണ്, എപ്പോഴോ ഒന്ന് കയറിയതാ, എവിടുന്നോ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് കയറിയതാ. ഇപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ് ഈ നാഷണൽ ഹൈവേന്റെ അവിടെ ഒരു 4 റൂം ഉണ്ടാക്കിയിട്ടുണ്ട്, താഴെ മേലെ 8 റൂം. അത് വാടക കൊടുക്കുമ്പോ ഒരു റൂമിന്റെ വാടക നിങ്ങളെ ചുങ്കത്തത്തെ എത്തിങ്ങാനിക്ക് തരട്ടോ എന്ന് പറഞ്ഞിനി. അപ്പനാരനെ വിളിച്ച് കുറച്ച് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞതേ ആ റൂമിനൊരു വാടകക്കാർ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല, കൊടുക്കാൻ തോന്നിയില്ല. എന്തേ കൊടുക്കാത്ത? വേറൊന്നുമല്ല, ഒരു ബാങ്കാണ് ചോദിച്ചത്. ബാങ്കുകാർ എനിക്ക് തരുന്നത് എന്റെ കെട്ടിടത്തിന്റെ വാടകയാണെങ്കിലും അവർ പണം ഉണ്ടാക്കുന്നത് പലിശ കൊണ്ടാണല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്കത് വാങ്ങാൻ തോന്നുന്നില്ല. കുട്ടികൾ ഏത് തോന്നിയാസവും അറപ്പില്ലാതെ ചെയ്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യനാണ് തനിക്ക് ലഭിക്കുന്ന വരുമാനം അത് പലിശയുടെ കൂട്ടത്തിൽ പെടുമോ എന്ന് പേടിച്ച് തനിക്ക് ലഭിക്കേണ്ട ലക്ഷങ്ങൾ സങ്കടമില്ലാതെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ് നിങ്ങള്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ നിങ്ങൾക്ക് നന്നാവണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചോളി. നമ്മുടെ കുടുംബം നന്നാവണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചോളി. അല്ലാഹുവിന്റെ ഹബീബ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിനോട് പറഞ്ഞില്ലേ, യാ ഉലാം യഹ്ഫളില്ലാഹ് യഹ്ഫളുക ഫഅമ്മാ മൻ തഗാ വആസറ الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربي. ഈ ലോകത്ത് തിന്മകളിൽ നിന്ന് ഒരു മനുഷ്യനെ രക്ഷപ്പെടണോ, ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തണോ, ഒരൊറ്റ മാർഗമേ ഉള്ളൂ. فأما من خاف مقام ربي ونهى النفس عن الهوى. ഈ പ്രവൃത്തി ഞാൻ ചെയ്താൽ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഞാൻ പോയി നിന്ന് എന്റെ കർമ്മങ്ങൾക്ക് റബ്ബിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഒരു നാളെ എനിക്ക് വരാനുണ്ടല്ലോ എന്ന പേടി കൊണ്ട് സ്വന്തം മനസ്സിനെ തിന്മയിൽ നിന്നും അകറ്റി നിർത്തുന്ന മനുഷ്യൻ ലോകത്തിലെ വിജയിച്ച മനുഷ്യല്ലേ. നാളെ അള്ളാഹുവിന്റെ അർശിന്റെ തണല് കൊണ്ട് അള്ളാഹു ആദരിക്കുന്ന 7 വിഭാഗം ആളുകളിൽ ഒരാൾ ആരാരങ്ങള്? സൗന്ദര്യവും അധികാരവും സ്വാധീനവും കുലീനതയുമുള്ള ഒരു പെണ്ണ്, മുഴുവൻ സൗകര്യങ്ങളും സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള ഒരു സമയത്ത്, ആരാരും അറിയാത്ത ഒരു സമയത്ത്, എല്ലാ ചുറ്റുപാടുകളും അനുകൂലമായ സമയത്ത്, ഏതെങ്കിലും അങ്ങാടിയുടെ കയറി ഇറങ്ങുന്ന പെണ്ണല്ല, നല്ല സൗന്ദര്യമുള്ള തറവാടിയായ ഒരു പെണ്ണ് ഒരു ചെറുപ്പക്കാരനെ ഒരു വേണ്ടാത്തരത്തിന് ക്ഷണിക്കുമ്പോ അവന്റെ മറുപടി എന്താ? ഞാൻ വരൂല, എന്റെ വീട്ടുകാർ കാണും, അല്ലെങ്കിൽ പോലീസ് കാണും, നാട്ടുകാർ കാണും, എന്റെ ഭാര്യ കാണും ഒന്നുമല്ല. അയാൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഇന്നി അഖാഫുല്ലാഹ്, പടച്ചോനെ പേടിയാണ്, എനിക്ക് പടച്ചോനെ പേടിയാണ്, ഞാൻ വരൂല എന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ചെറുപ്പക്കാരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ അർശിന്റെ തണലുണ്ട്. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാല് സമൂഹത്തിൽ പരിവർത്തനമുണ്ടാക്കാൻ അല്ലാഹു തആല ഈ ലോകത്തിലേക്ക് ഇറക്കി തന്ന എത്ര കാലം കഴിഞ്ഞോട്ടെ 1500 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു നിയമം ഇന്ന് ഞാൻ ജീവിക്കുന്ന കാലത്തും എന്റെ ജീവിതത്തിന്റെ വഴികാട്ടിയാവെന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ നമ്മുടെ നാട്ടിൽ ഫോൺ ചെയ്താലേ, ഞാൻ നിങ്ങൾക്ക് ഫോൺ ചെയ്താല് റിംഗ് ടോൺ ആയിട്ട് എന്റെ കാതിലേക്ക് വരുന്ന ശബ്ദം എന്താ? നിങ്ങളുടെ അടുത്ത ബന്ധു അപകടം പറ്റി, അല്ലെങ്കിൽ ആശുപത്രിയിലാണ്, അല്ലെങ്കിൽ പോലീസ് കേസ് പെട്ടിക്കണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു മെസ്സേജ് നിങ്ങൾക്ക് വന്നാൽ അത് കേട്ട ഉടനെ, എൻ്റെ ഒരു സുഹൃത്തുണ്ടായ അനുഭവം, അയാൾ ഫേസ്ബുക്ക് കുറിച്ചിനി മറ്റു സംസ്ഥാനത്ത് പഠിക്കുന്ന അയാളെ കുട്ടിക്കൊരു അപകടം പറ്റിക്കണ്, ആശുപത്രി കൊണ്ടുപോകാണ്, ട്രാഫിക് പോലീസ് എന്നാണ്, അതുകൊണ്ട് പെട്ടെന്ന് 5 ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ ജീവിതം അപകടത്തിലാണ്, ഒരു സർജറി വേണമെന്നൊക്കെ പറഞ്ഞ് അയാൾ 5 ലക്ഷം കൊടുത്ത്, പിന്നെ ചോദിച്ചു നോക്കുമ്പോൾ ഒരു വിവരമില്ല, കുട്ടിക്കൊരു കേടുമില്ല, ആ പൈസ പോയി, പൈസ അയച്ച അക്കൗണ്ടിലേക്ക് പിന്നെ വിളിച്ചു നോക്കുമ്പോ ഒരു വിവരമല്ല. അയാളുടെ അനുഭവം അയാള് ഒരു ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു, അത് എനിക്ക് അയാൾ പ്രൈവറ്റ് ആയിട്ട് അയച്ചു തന്ന്. അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ എനിക്കൊരു കോൾ, എന്റെ അനുഭവം പറയാം, എനിക്കൊരു ഫോൺ കോള്, നിങ്ങളുടെ മകന് ഒരു അപകടം പറ്റിയിട്ടുണ്ട്, ഹൈദരാബാദിൽ പഠിക്കുന്ന ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലാണ് വിളിക്കുന്നത്, ഇംഗ്ലീഷിലാണ്, നിങ്ങൾക്ക് ഏത് ഭാഷ തിരഞ്ഞെടുക്കാം, 1 ഇംഗ്ലീഷ് 2 ഹിന്ദി. ഞാൻ ഇംഗ്ലീഷിൽ നെക്കി. അപ്പൊ എന്താ വന്നാലോ, നിങ്ങളുടെ മകന് ഒരു അപകടം പറ്റി ആശുപത്രിയിലേക്ക് പോവുകയാണ്, പെട്ടെന്ന് സർജറി വേണം, 2 ലക്ഷം രൂപ വേണം, ഈ അക്കൗണ്ടിലേക്ക് അയക്കണം എന്നാ പറഞ്ഞേ.
ഞാനിത് നേരത്തെ കേട്ടതുകൊണ്ട് ഞാൻ ഫോൺ കട്ടാക്കിയിട്ട് എൻ്റെ മോനെ വിളിച്ച്, ഹൈദരാബാദില് മൗലാന ആസാദ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന മോൻ പറഞ്ഞു, അപ്പൊ ഞാൻ ക്ലാസ്സിലാണ്, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വിളിക്കട്ടോ പറഞ്ഞു. ഞാൻ ഫോൺ വെച്ച് പിന്നെ വന്ന നമ്പറിലൊന്നും വിളിച്ചു നോക്കി, ഫോൺ എടുക്കുന്നില്ല അല്ലേ. നിങ്ങള് ഇപ്പം എല്ലാ ഫോണിലേക്കും സർക്കാരിന്റെ മുന്നറിയിപ്പ്, ഇങ്ങനെ ഒരു വിളിയാളം വന്നാൽ പിന്നാലെ ചാടി ഇറങ്ങി പോകണ്ട, അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് ചെയ്താൽ മതി, നിങ്ങൾ സർക്കാരിലേക്കോ പോലീസ് സ്റ്റേഷനിലേക്കോ ഒരു പരാതി കൊടുക്കണം. എനിക്കിത് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ അഭിമാനം കൊണ്ട് പുളകിതനാവുക. എന്താ നിങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് ഈ പറയപ്പെട്ട കള്ളത്തരൊന്നും ഇല്ലാത്ത കാലത്ത് മരുഭൂമിയിലെ പാറപ്പുറത്ത് കയറി നിന്ന് അള്ളാന്റെ ഹബീബ് ഓതി തന്നൊരായത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബു വിശ്വാസയോഗ്യമല്ലാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു വിവരം നിങ്ങളെ തേടി വന്നാൽ അതിന്റെ പിന്നാലെ കാളവെറ്റെന്ന് കേൾക്കുമ്പോ കയറിൽ തോടണ്ട. അങ്ങനെ ചെയ്താൽ അത് മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുകയും നിങ്ങൾ സ്വയം ചതിക്കപ്പെടുകയും സങ്കടത്തിലാവുകയും ചെയ്യും. അതുകൊണ്ട് ആലോചിച്ച് ചെയ്താൽ മതി എന്നല്ലേ 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ പറഞ്ഞ ആ ഒരു വിവരം ഈ 21-ാം നൂറ്റാണ്ടിലും നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയാവുന്ന ഒരായത്തല്ല. ഖുർആനിലെ 6000 ചില്ലാനം ആയത്തുകൾ വായിക്കുമ്പോഴും ഓരോ ആയത്തിലും ഏതേത് കാലഘട്ടത്തിലും നമുക്ക് ഓരോ മെസ്സേജ് തരാണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളെ ആ ഖുർആന്റെ സന്ദേശവും അതിന്റെ മഹത്വവും അത് ലോകത്തിന് കാണിക്കുന്ന വെളിച്ചവും ലോകം മറന്നു പോകാതിരിക്കാൻ ആ ഖുർആൻ അവതരിപ്പിച്ച മാസം, ഒരു മാസക്കാലം ആ ഖുർആൻ വരച്ച് കാണിക്കുന്ന തഖ്വയുള്ള ഒരു ജീവിതത്തിന്റെ വഴിയിലൂടെ മനുഷ്യൻ സഞ്ചരിച്ചു കൊള്ളണമെന്ന പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. ആ ഒരു വർഷത്തെ നോമ്പ് നോൽക്കാനുള്ള മാസമായി അല്ലാഹു തആല നിശ്ചയിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. നമ്മളൊക്കെ ഖുർആൻ പഠിക്കാൻ താല്പര്യമില്ല. എന്താറിയോ, തജ്വീദ് പഠിക്കണം, പിന്നെ കാണാതെ പഠിക്കണം, പിന്നെ അർത്ഥം പഠിക്കണം, അതന്നെ അതിങ്ങനെ ഓതുക, അതിങ്ങനെ ഭംഗിയിൽ ഓതുക, കേൾക്കുക. അതിനപ്പുറത്തേക്ക് ഹുദൽ ലിന്നാസ്, അത് മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് അവന്റെ മുമ്പിൽ വരച്ച് കാണിക്കുന്ന മാർഗദർശനമാണ്. ചെറുപ്പക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യുക, നമ്മളെ ജോലി ഇങ്ങനെയായി, വരുമാനം ഇങ്ങനെയായി, എന്താ ചെയ്യുക, ആരോടാ ചോദിക്കുക? പൊന്നാര സഹോദര, ലോകത്തിലെ മനുഷ്യൻ അനുഭവിക്കുന്ന ഏത് ചോദ്യത്തിന്റെയും മറുപടി ആ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക്. അതുകൊണ്ട് എൻ്റെ ഈ സംസാരത്തിന്റെ ആദ്യ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ പവിത്രതയുടെ കാരണം വിശുദ്ധ ഖുർആനിന്റെ അവതരണമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഖുർആൻ വരച്ചു കാണിക്കുന്ന ഒരു ജീവിതവും ആ ഖുർആനിന്റെ കാലികമായ ഏത് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെയും നേരിടാനുള്ള അതിന്റെ ആ ഭൗമമായ ആ വല്ലാത്ത കഴിവും ശക്തിയും ഉണ്ടല്ലോ, അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും. അപ്പൊ റമദാൻ മാസത്തിന് സ്വാഗതമോദാനും അതിനെ സ്വീകരിക്കാനും നിറഞ്ഞ സന്തോഷത്തോടെ കാത്തിരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തിനെ ശക്തിപ്പെടുത്താനുള്ള നല്ലൊരു അവസരമായി ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്നതാണ് ഒന്നാമതായിട്ട് ഈ അഖിലൻ റമദാൻ പ്രഭാഷണത്തിൽ എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തേത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഏറെ പേടിക്കുന്ന സംഗതി എന്താണ്? ഇപ്പൊ പ്രവാസ ലോകത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാരോട്, ഒരു സാധാരണക്കാരനോട് എന്തൊക്കെയുണ്ട് വർത്താനം, അങ്ങനെ പോണ്, ഒരു സുഖല്ല, ജോലിയൊക്കെ എപ്പോഴാ പിരിച്ചുവിടുക എന്നറിയില്ല, എപ്പോഴാ നിൽക്കുക എന്നറിയില്ല, എപ്പോഴാ കട കൂട്ടുക എന്നറിയില്ല, ശമ്പളമൊക്കെ കിട്ടിയിട്ട് കാലങ്ങളായി, ഒരു സുഖല്ല എന്ന് മുഖം ചുളിഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒട്ടനവധി ആളുകളെ നമ്മളിങ്ങനെ കാണുകയാണ്. എല്ലാവർക്കും പേടിയില്ല, പലജാതി പേടിയുണ്ട്. സാമ്പത്തികമായ പേടിയുണ്ട്, രാഷ്ട്രീയമായ പേടിയുണ്ട്, കുടുംബപരമായ പേടിയുണ്ട്, മക്കളെ കുറിച്ചുള്ള പേടിയുണ്ട്. മക്കളെന്ന് ഒറ്റൊന്നിനെ പിടിച്ചാൽ കിട്ടുന്നില്ലാണ്. പണ്ടൊക്കെ നിക്കാഹ് നടത്താനൊക്കെ പോകുമ്പോ വാപ്പാനിയും പാനിയും സന്തോഷത്തിലങ്ങൾ. ഇപ്പൊ നടക്കുന്ന കല്യാണത്തില് 70% കല്യാണത്തിലും മാതാപിതാക്കളുടെ മുഖം കാർമേഘമൂടിയ രൂപത്തിൽ. എന്താ നിങ്ങൾ, ഇഷ്ടമുള്ള കല്യാണമല്ല, ഇഷ്ടമുണ്ടായിട്ടല്ല, കെട്ടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇറങ്ങിപ്പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ നാട്ടുകാർ
നാട്ടുകാർക്കിടയിൽ മാനം പോകാതെക്കാൻ വേണ്ടി നടക്കുന്ന കല്യാണ. ഞാൻ ഒരു കല്യാണത്തിൽ നിക്കാഹിന്റെ സമയത്ത് പുതുമണവാളന്റെ കൈക്ക് പെണ്ണിന്റെ ബാപ്പാന്റെ കൈ ഇങ്ങനെ പിടിപ്പിക്കുമ്പോ എങ്ങനെ പിടൂല, അതിങ്ങനെ കാന്ത നിക്കണമാർക്ക് ഇങ്ങോട്ടും പോരാ, പിടിപ്പിച്ചിട്ട് പിടിക്കണ്ടേ. അവസാനം കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ വിവരം എന്റെ കൂടെയുള്ള ആളോട് പറഞ്ഞപ്പോ അദ്ദേഹം പറയാണ്, എങ്ങനെ ഉസ്താദെ മൂപ്പര് പിടിക്കുക, ഇത് അറിഞ്ഞ അന്ന് വെട്ടുകത്തിയായിട്ട് ഓന്റെ പെരിയിൽ പോയിട്ട് കയ്യും കാലും വെട്ടി കൊല്ലും, ഞാൻ എന്നെ കൊത്തിയെറിഞ്ഞ് പുഴയിലിടുന്നൊക്കെ അവനെ ഭീഷണിപ്പെടുത്തിയ ആളാ മൂപ്പര്. പക്ഷെ മകള് പിൻവാങ്ങൂലെന്ന് ഉറപ്പായപ്പോ കൂട്ടുകുടുംബത്തിന്റെ സമ്മർദ്ദം കാരണം കെട്ടിച്ചൊടുക്കേണ്ടി വന്നതാ. ഓനൊന്നും തന്റെ വീട്ടിൽ കയറ്റാൻ മൂപ്പർക്ക് ഒരു ഇഷ്ടമല്ല. പിന്നെ എങ്ങനെ ഉസ്താദെ മൂപ്പര് കൈ കൊടുക്കാൻ? ഇതൊരു സങ്കടല്ലേ, ഒരാളെ സങ്കടമല്ല, ഒരുപാട് ആൾക്കാരെ സങ്കടം. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ ഈ വല്ലാത്ത കാലത്ത് മക്കളെ കുറിച്ച് നമ്മൾ പേടിക്കുന്നുണ്ട്, ശാരീരികമായ രോഗങ്ങളെ പേടിക്കുന്നുണ്ട്. രോഗങ്ങൾ ഇങ്ങനെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ കിടന്ന് ഉരുളല്ലേ, പുതിയ പുതിയ രോഗങ്ങൾ, കേൾക്കാത്ത രോഗങ്ങൾ, എത്ര പെട്ടെന്ന് കയറി വരുന്ന ഇറങ്ങൾ, മരുന്നില്ലാത്ത, മരുന്ന് കുടിച്ചാൽ നിർത്താൻ പറ്റാത്ത രോഗങ്ങൾ. ഡോക്ടർമാർ ഇഷ്ടം പോലെ, ആശുപത്രി അതിലേറിയ, ബിരുദങ്ങൾ അതിലേറിയ, മരുന്ന് അതിലേറിയ, പക്ഷെ രോഗങ്ങൾ ഇപ്പോഴും ബാക്കിയാട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മളെ പേടിപ്പിക്കുന്ന സംഗതിയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിനേക്കാളൊക്കെ നമ്മളെ പേടിപ്പിക്കേണ്ട ഒരു സംഗതി എന്താ? ഈ പ്രയാസമൊക്കെ, പട്ടിണി, ദാരിദ്ര്യം, രോഗം, വേദന, അപകടമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മരണത്തോടു കൂടി അവസാനിക്കുന്ന വേദന. എത്ര വലിയ രോഗം ഉണ്ടായിക്കോട്ടെ, മരണത്തോടു കൂടി ആ വേദന തീരും. എത്ര വലിയ മുറിവുണ്ടായിക്കോട്ടെ, മരണത്തോടു കൂടി തീരും. അപകടം പറ്റിയ ഒരു മനുഷ്യനെയും കൊണ്ട് ആശുപത്രിക്ക് പോകുമ്പോ വേദന കൊണ്ട് അയാളെ കണ്ണിന്ന് കണ്ണീരിങ്ങനെ വരുന്നുണ്ട്. കുറെ എത്തിയപ്പോ കണ്ണീര് നിന്ന്. അപ്പൊ ഞങ്ങൾക്ക് തോന്നി ഇയാൾക്ക് എന്തോ ആശ്വാസം ഉണ്ടായിക്കണേ. വണ്ടി നിർത്തിയിട്ട് മൂപ്പരിന്ന് നേരെ കിടത്താൻ വേണ്ടി നോക്കുമ്പോഴാണ് മനസ്സിലായത് മൂപ്പര് മരിച്ചിട്ടുണ്ട്. മരിച്ചപ്പോഴാണ് ആ കണ്ണീര് നിന്നത്. മരണം ഭൗതികമായ എല്ലാ വേദനകളെയും ഇല്ലാതാക്കും. പക്ഷേ മരണത്തോടു കൂടി തുടങ്ങുന്ന ഒരു വേദന ഉണ്ട് കേട്ടോ, അത് മറക്കരുത്. മരണത്തോടു കൂടി ആരംഭിക്കുന്ന ഒരു വേദന. എന്റെ ആത്മാവിനെ പിടിക്കാൻ അള്ളാഹു നിശ്ചയിച്ച മലക്കുകൾ എന്റെ കൺവട്ടത്ത് വന്നിരിക്കുമ്പോൾ ഞാൻ മാത്രം, ഡോക്ടർമാരും നഴ്സുമാരും സംവിധാനങ്ങളും ബന്ധുക്കളും കുടുംബങ്ങളും ആയിരങ്ങളുണ്ടെങ്കിലും അവരൊന്നും കാണാതെ ഞാൻ മാത്രം കാണുന്ന ആ ഭീകരമായ കാഴ്ചയോടുകൂടി ആരംഭിക്കുന്ന വല്ലാത്തൊരു വേദനയുണ്ട് കേട്ടോ. ആ വേദന അതങ്ങനെ നീണ്ടുപോകുക. മരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് പറയുന്ന നരകത്തിന്റെ തീയിലേക്ക് എന്നെ കൊണ്ടുപോകല്ല എന്നാ മയ്യത്ത് വിളിച്ചു പറയുന്ന അത്ര ഭീകരമായ പേടിയുടെ യാത്ര. പിന്നെ ഖബറ്, പിന്നെ ബർസഖ്, പിന്നെ പരലോകം, പിന്നെ നരകം. എന്താലേ അവ ലോകത്തില് ഞാനും നിങ്ങളും പേടിക്കേണ്ട ഏറ്റവും വലിയ വേദന പട്ടിണിന്റെ വേദനയല്ല, മുറിവിന്റെ വേദനയല്ല, രോഗത്തിന്റെ വേദനയല്ല, ഒറ്റപ്പെടലിന്റെ വേദനയല്ല, ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങളെ കുറിച്ചുള്ള വേദന. എന്താ പഠിച്ചോനെ എനിക്ക് വിട്ടുക്കാൻ പറ്റാത്ത, എന്താ റബ്ബെ? ഞാനിപ്പോ നാളെ ഒരു പ്രസംഗം കേട്ടെ, അതില് ഒരു ഹദീസ് ഉദ്ധരിച്ചു ആ പ്രാസംഗികൻ. പക്ഷെ ആ ഹദീസിന്റെ പദങ്ങൾ അദ്ദേഹത്തോടൊന്ന് ചോദിക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റിയില്ല. ഞാൻ ചോദിക്കാൻ ചെന്നപ്പോഴേക്ക് അദ്ദേഹം യാത്രയായി പോയി. അദ്ദേഹവുമായി ബന്ധപ്പെടാൻ പോലും എൻ്റെ അടുത്തൊരു മാർഗം എൻ്റെ മുമ്പിലില്ല. അദ്ദേഹം പറഞ്ഞ ആശയം എന്താ? ഒരു ഹദീസ് ഉദ്ധരിച്ചാ പറഞ്ഞത്, ഈ ലോകത്ത് ഒരാൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് പുറത്തു പോയാൽ അവന്റെ പ്രശ്നം എന്താ അറിയോ? അവൻ ഈ ലോകത്ത് നന്മ ചെയ്യാൻ കഴിയില്ല, തിന്മകൾ അങ്ങനെ ചെയ്യും. ഒപ്പമുള്ള ആൾക്കാരൊക്കെ ഒരു പള്ളിപ്പിരിവിന് 100 റുപ്യയിലും കീശീന്ന് കൊടുക്കുമ്പോ ഓൻ കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് തപ്പി നോക്കുമ്പോ പേഴ്സ് എടുത്തിട്ടുണ്ടാവില്ല, കഴിഞ്ഞില്ല. പിന്നെ ഇങ്ങനെ പോയിട്ട് അപ്പുറത്ത് അങ്ങാടിയിട്ട് വൃക്കക്കും വേണ്ടി ബക്കറ്റ് വിരിക്കണ്. ഒപ്പമുള്ള കൂലിപ്പണിക്കാരൻ വരെ 10 റുപ്യ കൊടുത്തപ്പോ ഓന് കൊടുക്കാൻ ചില്ലറ ഉണ്ടായില്ല. അങ്ങനെ എന്തെങ്കിലും നൂരുമ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം ഓനെങ്ങനെ കിട്ടാതെ വരികയും തിന്മകളുടെ വാതിലുകൾ അവൻ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ കൂടി അവന്റെ മുമ്പിൽ തുറന്നിങ്ങനെ കിടക്കുന്ന, മാണ്ടാന്ന് വിചാരിച്ചാലും ഓന്റെ മുമ്പിൽ തിന്മയുടെ വഴികൾ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്ന പേടിപ്പിക്കുന്ന ഒരവസ്ഥയല്ലേ? അള്ളാഹ് ഒരാൾക്ക് ഹിദായത്ത് കൊടുത്തില്ലെങ്കിൽ ഈ ലോകത്ത് ആര് വിചാരിച്ചാലാ അയാൾക്ക് ഹിദായത്തിന്റെ ഓൻ വിചാരിച്ചാൽ കിട്ടുമോ? അള്ളാഹ് കൊടുക്കണ്ടേ? അള്ളാഹു ഒരാൾക്ക് ഹിദായത്ത് വേണ്ടാന്ന് നിശ്ചയിച്ചാല് ഓൻ പള്ളിന്റെ ഉള്ളിൽ മുസല്ലട്ട് കവുന്ന് കടന്നാലും ഒരു നന്മയും ചെയ്യാൻ അവന് കഴിയില്ലെന്നാ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഈ പറയപ്പെട്ട ദുന്യാവിലെ പ്രയാസത്തിൽ നിങ്ങൾ പേടിക്കണ്ട. അതിന് നമുക്ക് ചിലപ്പോ ഗുണയിക്കാരം, പട്ടിണിയും പ്രാരാബ്ദങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്ക് ഖൈറയിക്കാരം, അത് അള്ളാന്റെ പരീക്ഷണയിക്കാരം. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. പരീക്ഷണം, അത് പരീക്ഷണം തിരിച്ചറിഞ്ഞാലിപ്പം കുറി
പിന്നെ എയർപോർട്ടിൽ കൂടെ ഇങ്ങനെ കോഴിക്കോട് കാത്തിരിക്കുമ്പോഴേ എനിക്കൊരു സുഹൃത്തിനെ കിട്ടി. ആ വളരെ ചെറുപ്പക്കാരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലെ വന്നതാ നാട്ടിക്ക്, ഇന്ന് തിരിച്ചു പോരുകയാണ്. എന്തേ കാരണം? ഞാനൊരു മരുന്ന് വാങ്ങാൻ വന്നതാ. എന്തൊക്കെ ഒരു കുട്ടിയുണ്ട്, 12 വയസ്സായ കുട്ടി. ആ കുട്ടിക്ക് ഒരു അപൂർവ രോഗമുണ്ട്. എന്താ പറയുക, ഒരു 10, 12, 15 സെക്കൻഡിൽ ഈ കുട്ടിയുടെ തലച്ചോറിൽ ആ തലച്ചോറിന്റെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്ന ആ കുട്ടി ഒരു 12, 15 സെക്കൻഡ് ആകുമ്പോൾ ഓനിങ്ങനെ വീടുകൊണ്ടേയിരിക്കും. വീട് എന്ന് പറഞ്ഞാൽ തടഞ്ഞു വീഴായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷെ ഈ കുട്ടിക്ക് തോന്നുന്നത് ഓൻ ആരോ ബേക്കിൽ നിന്ന് ഇങ്ങനെ തള്ളിയിരുന്ന പോലെ തോന്നുന്ന. 10, 12 വയസ്സായ കുട്ടി തന്നെ വലിയ കുട്ടിയാവുമല്ലോ. ഓനങ്ങനെ ആരോ ബേക്കിൽ നിന്ന് തള്ളു. അതുകൊണ്ട് വീഴുന്ന സമയത്ത് അവൻ പിറകിലുള്ള ആളെ ശക്തമായിട്ട് അടിക്കും അത്രേ. അവൻ വീഴാതിരിക്കാൻ അവന്റെ പിന്നില് കാവലായി നടക്കുന്ന അവന്റെ ഉമ്മക്ക് ഒരടി കിട്ടിയിട്ടേ ഇപ്പൊ ഈ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് പോയത്രേ. ഈ കുട്ടിക്ക് 12 വയസ്സായിട്ടും 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ ബുദ്ധിയാണത്രേ. ആ കുട്ടിക്ക് ഡോക്ടർമാർ പറഞ്ഞത് ഒരു ചികിത്സയുമില്ല, ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടേക്കൂടെ എന്നാ പറഞ്ഞത്. ഞങ്ങൾക്ക് സങ്കടം തോന്നി. ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ കാലത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഭാര്യ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവൾ, കുട്ടി രോഗം ചികിത്സയില്ലാത്ത രോഗത്തിന് ഒരു മാസത്തിൽ 10,000 മുടക്കേണ്ടി വരുന്ന ആ ചെറുപ്പക്കാരൻ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞേ, ഇത്തരം കുട്ടികളെ കുറിച്ച് ഗിഫ്റ്റഡ് ചൈൽഡ് എന്നാ പറഞ്ഞേ. അഥവാ പടച്ചോ എനിക്ക് തന്ന സമ്മാന ഉസ്താദെ, ആ കുട്ടി നിന്റെ സ്വർഗം ആ കുട്ടിയിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പ്രയാസം ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. എന്താലേ ആ ചെറുപ്പക്കാരൻ്റെ വിശ്വാസദാർഢ്യത്തിന്റെ മുമ്പിൽ നമ്മളൊക്കെ പകച്ചുപോയി. കാരണം അങ്ങനെയാണ്. അപ്പൊ ജീവിതത്തിൽ അത്തരം പരീക്ഷണങ്ങൾ വരുമ്പോ ഒന്നിനു പിറകെ ഒന്നായിട്ട് ദുരിതത്തിലേക്ക് അങ്ങനെ നടന്നു പോകുമ്പോ ബേജാറാവണ്ട. പടച്ചോൻ നമ്മളെ പരിഗണിക്കുന്നുണ്ടെന്ന് അർത്ഥം. പക്ഷെ പേടിക്കേണ്ട സംഗതി എന്താ? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതേ, അള്ളാഹുവിന്റെ കൽപ്പനകൾ നിരന്തരം നിങ്ങൾ ലംഘിക്കുമ്പോഴും നിങ്ങൾ ചോദിക്കുന്നതിനപ്പുറം അള്ളാഹു നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് പടിപടിയായുള്ള ഒരു പിടുത്താണെന്നാ. അള്ളങ്ങളെ പിടിക്കാൻ പോകണമെന്നാ. ചൂണ്ടിടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. നമ്മൾ ചൂണ്ടിടുമ്പോഴേ ചൂണ്ട ദൂരേക്ക് എറിയുമ്പോൾ ആ ചൂണ്ടയിലെ ഇരയിൽ മീൻ കൊത്തി അങ്ങോട്ട് വലിക്കൂല. ആ ചൂണ്ട ഇങ്ങനെ അയച്ചു കൊടുക്കും. മീനിങ്ങനെ ആ ചൂണ്ട വിഴുങ്ങി അത് മീനിന്റെ കൊളത്തേണ്ട സ്ഥലത്ത് പോയിട്ട് കൊളത്തി ഉറപ്പാകുമ്പോൾ ഒറ്റ വലിയ കരയൊക്കെ നിർത്തും. പ്രവാചകൻ പറയണേ, നിങ്ങൾ നിരന്തരമായി അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിച്ച് ജീവിക്കുമ്പോഴും നിങ്ങൾ ചോദിക്കുന്നതും അതിലപ്പുറവും അള്ളാഹു നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ പേടിക്കണം എന്നാ. അതൊരു പേടി തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഞാനും നിങ്ങളും ഏറെ പേടിക്കേണ്ടതേ നമ്മുടെ തെറ്റുകളെ കുറിച്ച് ഓർത്താൽ. അതുകൊണ്ടാണല്ലോ ഒരു മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ പരമമായ സത്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ പറഞ്ഞിട്ട് അവസാനം അവൻ പറയണേ, പടച്ചോനെ, ഈ പ്രപഞ്ചത്തിലെ വ്യത്യസ്തമായ കാര്യങ്ങളൊന്നും നീ വെറുതെ സൃഷ്ടിക്കുകയില്ലല്ലോ. അതുകൊണ്ട് പടച്ചോനെ, ഈ ലോകത്ത് ഒരു മനുഷ്യന് പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമമായ പ്രാർത്ഥന പടച്ചോനെ, നരകത്തിന്റെ ഭീകരതയിൽ നിന്ന് വേറൊരു ഇടങ്ങേറാവണ്ട. ഹബീബായ റസൂലിന്റെ 7 മക്കളിൽ 6 മക്കളും ഒന്നിനു പിറകെ ഒന്നായി മരിച്ചു വീണപ്പോ നാട്ടുകാരൊക്കെ കളിയാക്കി, നീ വാലറ്റവനാണോ, ഞങ്ങളുടെ ദൈവത്തെ കുറ്റം പറഞ്ഞതിന്റെ കുരുത്തക്കേടാണ്, ഓരോരുത്തരിങ്ങനെ പെടഞ്ഞു മരിക്കണ കണ്ടില്ലെന്ന് നാട്ടുകൂട്ടം പരിഹസിച്ചപ്പോഴും അള്ളാഹുവിന്റെ ഹബീബ് പകച്ചിട്ടില്ല, പതറിയിട്ടില്ല. അവസാനത്തെ കുട്ടിയുടെ മയ്യത്ത് കുളിപ്പിച്ച് മുഖത്ത് ഉമ്മ വെച്ച് വെള്ള തുണി കൊണ്ട് പൊതിയുമ്പോ നെഞ്ചുപൊട്ടി റസൂലുള്ള ചോദിച്ചിട്ടില്ല, എന്തിനാ റബ്ബേ എന്നെങ്ങനെ പരീക്ഷിക്കണേ, എന്തിനാ എന്നെങ്ങനെ ഇടങ്ങേറാക്കണേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ഹബീബ് ചോദിച്ചിട്ടില്ല. പരീക്ഷണങ്ങളെ അങ്ങനെ കണ്ടാൽ മതി. അത് അള്ളാന്റെ ഇഷ്ടാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു കൂടുതൽ പരീക്ഷിക്കും എന്നാ റസൂല് പറഞ്ഞത്. ഒരുത്തന്റെ പരീക്ഷണം റബ്ബിന്റെ ഇഷ്ടത്തിന്റെ മാനദണ്ഡമാണ് എന്ന് പഠിപ്പിച്ച മദാമ. അതിൽ പേടിക്കണ്ട. പക്ഷെ പേടിക്കണ്ട എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞ സംഗതിയാ, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാതെ വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അയ്യുൽ മുഅ്മിനീന ഖിയസ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യനാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർമ്മിക്കുകയും മരണത്തിനു ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി ഒരുക്കം നടത്തുകയും ചെയ്യുന്നവനാണ് ഏറ്റവും ബുദ്ധിമാനായ വിശ്വാസി. രണ്ടാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ റസൂലേ, ഈ ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും ദുർബലനായ മനുഷ്യനാരാണ്? ഏറ്റവും ദുർബലനാരാണ്? പ്രവാചകന്റെ മറുപടി എന്താ?
തെറ്റുകൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ആ തെറ്റൊഴിവാക്കാനാവാതെ വീണ്ടും വീണ്ടും ആ തെറ്റ് ചെയ്യില്ല. കള്ളു കുടിച്ച് ഉടുതുണിയില്ലാതെ അങ്ങാടി കിടന്ന് കുടുംബം പട്ടിണി കിടന്ന് ഭാര്യ ആത്മഹത്യ ചെയ്ത് മക്കൾ വീട് വിട്ടുപോയി ആ മനുഷ്യൻ പിറ്റേന്നും കള്ളു കുടിച്ച് കിടക്കുമ്പോൾ നമ്മൾ പറയും പാവം മനുഷ്യല്ലേ, എന്തൊക്കെ ആയിട്ടെന്താ, അയാൾക്ക് നിർത്താൻ പറ്റണില്ലല്ലോ. അതൊരു പാവം തന്നെയാണ്. ഒരു തെറ്റ് ചെയ്തിട്ട് അത് തെറ്റാന്ന് അറിഞ്ഞിട്ട് അത് അപകടമാണെന്ന് അറിഞ്ഞിട്ട് പിന്നെയും ഐക്യന്നെ ഒരാൾ പോവുകയാണെങ്കിൽ ഓ പാവാണ്, ഓൻ ദുർബലനാണ്, ഒരു കഴിവില്ലാത്തവനാണ്. അത് റസൂൽ പറഞ്ഞു, ഏറ്റവും 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 എന്താ പറയാ, ഏറ്റവും കഴിവുകെട്ട മനുഷ്യൻ തെറ്റാണെന്നറിഞ്ഞിട്ടും ആ തെറ്റുകൾ ആവർത്തിക്കുകയും മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് വേണ്ടാത്ത ഒരു ധാരണ കൊണ്ട് നടക്കുക. എന്താണ്, അത് തെറ്റന്നെയാണ്, അതിന് ഭയങ്കര ശിക്ഷയൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കത് കിട്ടൂല, ഞാനങ്ങനെ നരകത്ത് പോവില്ല, ഞാൻ അള്ളാന്റെ സ്വന്തം ആളല്ലേ, ഞാനൊക്കെ നരകത്ത് പോയാൽ പിന്നെ ആരാ സ്വർഗത്തേക്ക് ഉണ്ടാകുക? ചില ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നത്. നരകത്തെ കുറിച്ചും നരകത്തിന്റെ ഭീകരമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോ ഓന്റെ മനസ്സിൽ ചെറിയ അങ്ങനെ തന്നെ വേണം, ഓൽക്ക് അങ്ങനെ തന്നെ വേണം. ആരാണ് ഈ ഓല്? ഈ ഓല ആരാണ്? അത് വേറുള്ളവരാണോ? നമ്മളൊക്കെ അത് പറഞ്ഞാല് സ്വർഗത്തിന്റെ വിശാലമായ പുഴയുടെ തീരങ്ങളിൽ പച്ച പുല്ല് വിരിച്ച പുഴയോരങ്ങളിൽ സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്തെടുത്ത സോഫകളിൽ ഊരുലിങ്ങളെ തോളിലിങ്ങനെ കൈയിട്ടി ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ പടച്ചോ. എന്നൊക്കെ ഞാനെന്തിനാ നരകത്തെ കുറിച്ച് പേടിക്കണ് എന്ന് ചോദിക്കുന്ന ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ മനസ്സോട് ചോദിക്കുന്നവരുണ്ട്. അതാ റസൂല് പറഞ്ഞേ, തെറ്റുകൾ ചെയ്യുകയും ആ തെറ്റ് ചെയ്യുമ്പോൾ തന്നെ അള്ളാഹുവിനെ കുറിച്ച് തെറ്റായ ഒരു ധാരണ, അതൊന്നും ഇന്ന അള്ളാഹ് ശിക്ഷിക്കൂല, അതിന്റെ പേരിലൊന്നും പടച്ചോ എനിക്കൊന്നും തരൂല, ഞാൻ നരകത്ത് പോകേണ്ടി വരൂല എന്ന് ഉള്ളുകൊണ്ട് ആശ്വസിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും ദുർബലനായ മനുഷ്യൻ. അതായത് എന്തുകൊണ്ടാണ് ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ റമദാൻ മാസത്തിന്റെ ആഗമനത്തിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ രണ്ടാമത്തെ മറുപടി ഇതാണ്. അവന്റെ ജീവിതത്തിൽ അവന്റെ നിയന്ത്രണങ്ങൾക്കപ്പുറത്തും സംഭവിച്ചു പോയ തെറ്റുകളുമായി നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് കയറി ചെന്നാൽ തനിക്ക് കിട്ടാനിരിക്കുന്ന അപകടകരമായ ശിക്ഷയെക്കുറിച്ചുള്ള ബോധം, ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവന്റെ സ്വത്ത് മുഴുവനും കൊടുത്താൽ നടക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മനുഷ്യന്റെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച്, റബ്ബേ ഇതൊക്കെ ഞാൻ നിനക്ക് തരാം, ഞാൻ ചെയ്ത തെറ്റുകളിൽ ഒരു തെറ്റിൽ നിന്ന്, മുഴുവനല്ല ഒരു തെറ്റിൽ നിന്ന് അള്ളാഹുവേ ഇത് പ്രായശ്ചിത്തമായി സ്വീകരിച്ച് എന്നെ നീ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാത്ത ദിവസമാണത്. എന്തിനേറെ നമ്മളൊക്കെ ജീവനക്കാളേറെ സ്നേഹിക്കുന്ന നമ്മുടെ കുട്ടിയുടെ കരട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാല് നമ്മൾ ചോദിക്കും ഡോക്ടറോട്, ഡോക്ടറെ ഇന്റെ കരട് തന്നാ പോരെ. അപ്പൊ ഡോക്ടർ പറയും, നിങ്ങളെ കരട് തന്നാല് നിങ്ങളുടെ ജീവിതത്തിന് അപകടമാവൂലേ? ആയിക്കോട്ടെ ഡോക്ടറെ, ഞാൻ 19 കൊല്ലം ജീവിച്ചില്ലേ, നിന്റെ കുട്ടി ജീവിക്കട്ടെ, ഈ കരൾ ഓൻ എടുത്തു കൊടുക്കി എന്ന് പറയാൻ മാത്രം മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ, നാളെ പടച്ച റബ്ബിന്റെ മുമ്പില് നമുക്ക് അല്ലാഹു നിശ്ചയിച്ച ശിക്ഷ കാണുമ്പോഴേ നമ്മളെ മക്കളെ പിടിച്ചിട്ട് പടച്ചോന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ പറയുന്ന, റബ്ബേത്തിന്റെ മക്കളാണ്, എനിക്ക് പകരം ഇവരെ ശിക്ഷിച്ചിട്ട് ഇന്ന ഒന്ന് ഒഴിവാക്കി തരുമെന്ന് റബ്ബിനോട് ചോദിക്കുന്ന ഒരു നാളെ വരാണ്ടെന്നാ. അത് ചെറുതല്ലോ, ഭീകരമാണ് ആ ദിവസം. ആ തെറ്റുകൾ മുഴുവനും എത്ര ആയുസിന്റെ ഇടക്ക് എത്ര തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടോ, അതിന്റെ ചെറുപ്പ വലിപ്പങ്ങൾ ഏതാണോ ആ തെറ്റുകളൊക്കെയും മുഴുവനും കഴുകിക്കളഞ്ഞ് സംശുദ്ധമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് റബ്ബ് നൽകുന്ന വല്ലാത്ത അനുഗ്രഹം. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. അള്ളാഹുവിനുള്ള അജയ്യമായ ഈമാൻ, ശിർക്കില്ലാത്ത തൗഹീദുള്ള ഈമാനും അള്ളാഹുവിന്റെ കൂലി കിട്ടണമെന്ന ഉറച്ച വിശ്വാസവും. തടി കുറയാൻ വേണ്ടിയല്ല നോമ്പ് നോൽക്കുന്നത്, കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയല്ല നോമ്പ് നോൽക്കുന്നത്, വെയിറ്റ് കുറയാൻ വേണ്ടിയല്ല നോമ്പ് നോൽക്കുന്നത് അള്ളാഹുവിന്റെ കൂലിക്ക് വേണ്ടിയാണ് എന്ന നിഷ്കളങ്കമായ ഇഖ്ലാസുള്ള നിയ്യത്തുമായിട്ട് ഒരാൾ നോമ്പ് നോറ്റാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി.
അവന്റെ പൂർവകാലത്ത് സംഭവിച്ചു പോയ അവന്റെ പാപങ്ങൾ അത്രയും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ വാഗ്ദാനമുണ്ടല്ലോ. അള്ളാഹുവിന്റെ വഹീ പ്രകാരം അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ സന്തോഷ വർത്തമാനമുണ്ടല്ലോ, ആ വർത്തമാനമാണ് റമദാനിന് വേണ്ടി കാത്തിരിക്കാൻ ഓരോ വിശ്വാസിയെയും പ്രേരിപ്പിക്കുന്നത്. മൂന്നാമത്തേത് അജയ്യമായ, അവസാനിക്കാത്ത, ഒരിക്കലും അവസാനിക്കാത്ത അനശ്വരമായ സ്വർഗത്തിന് വേണ്ടിയുള്ള ആഗ്രഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഒരാൾ നോമ്പ് നോറ്റാൽ ആ നോമ്പ് നോറ്റുപോയവന് സ്വർഗത്തിൽ ഒരു വാതിലുണ്ട്. ആ വാതിൽക്കൽ നിന്ന് മലക്കുകൾ വിളിച്ചു പറയും, ഐന സ്വായിമൂൻ, നോമ്പ് നോറ്റവരെ വരിക. അവർക്ക് വേണ്ടി മാത്രം ആ വാതിൽ തുറക്കപ്പെടും. അല്ലാത്തവർ കടന്നു വരുമ്പോ ആ വാതിൽ അടക്കപ്പെടും. ആ നോമ്പിന്റെ മഹത്വം പറഞ്ഞെടുത്തേ പ്രവാചകൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, ഒരു ദിവസം അല്ലാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ ഒരൊറ്റ നോമ്പ് ഒരാൾക്ക് നോൽക്കാൻ കഴിഞ്ഞാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, അവന്റെ മുഖത്തിനെ നരകത്തിൽ നിന്ന് 70 കൊല്ലത്തെ യാത്രാ ദൂരം, അല്ലെങ്കിൽ 70 മൈല്, അല്ലെങ്കിൽ 70 ഖരീഫ് അല്ലാഹു തആല അകറ്റി നിർത്തുമെന്ന ആ വാക്കിന്റെ വല്ലാത്ത പിൻബലമുണ്ടല്ലോ. സ്വർഗം, അനശ്വരമായ സ്വർഗം അല്ലാത്തതാട്ടോ. സ്വർഗം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടില്, നമ്മളെ കൂട്ടത്തിലൊക്കെ പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരൊക്കെ ഉണ്ടല്ലേ. നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ വലിയ വലിയ കോടീശ്വരന്മാരല്ലേ. നമ്മുടെ ആമസോണിന്റെ മുതലാളി മുതൽ ലോകം മുഴുവനും വിലക്ക് വാങ്ങാൻ പറ്റിയ കോടീശ്വരന്മാരില്ലേ, വലിയ വലിയ ഷെയ്ഖുമാരില്ലേ. നമ്മുടെ നാട്ടിൽ തന്നെ ലാലാജി, അംബാനി, ടാറ്റ, ബിർല, അദാനി, എന്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എത്ര കോടീശ്വരന്മാര്. ലോകത്തിലെ മുഴുവൻ മനുഷ്യൻ, കോടീശ്വരന്മാർ മാത്രമല്ല, എന്റെ ഇങ്ങളിൽ വീടില്ലാതെ ആ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ കടന്നുറങ്ങുന്ന സാധുക്കളില്ലേ, അവര് വരെ എല്ലാവരുടെ സ്വത്തുംപാടെ ഒരുമിച്ച് കൂട്ടിയിട്ടേ സ്വർഗത്തിൽ ഭൂമി വാങ്ങാൻ പോയാലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള ഭൂമി വാങ്ങാൻ ഈ പൈസ തികയില്ല. ഏത് പൈസ? ഇവിടെ ഈ ക്രിസൈസില് 1 സെന്റ് അല്ലെങ്കിൽ 1 മീറ്റർ ഭൂമിക്ക് എന്താ വില ചോദിച്ചാൽ അതൊന്നും മൗലവി പറഞ്ഞങ്ങൾക്ക് മനസ്സിലാവില്ല. എന്താ വില? എത്ര ആയിക്കോട്ടെ, ഏതായാലും പൈസ കൊടുത്താൽ കിട്ടുന്ന വിലയിൽ ഉണ്ടാവുള്ളൂ. ഇവിടെ ആൾക്കാർ വില കൊടുത്ത് വാങ്ങുന്നില്ല, ഉണ്ടല്ലോ. എന്നാൽ ലോകത്തിലെ സകല സ്വത്തുമായിട്ടേ സ്വർഗം വിലക്ക് വാങ്ങാൻ പോയാലേ ഹബീബായ റസൂൽ പറഞ്ഞ എന്താ, ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം വാങ്ങാൻ ഈ ലോകത്തിലെ മുഴുവൻ സ്വത്തും മതിയാവൂല. ചാട്ടവാറ് ചാരിയേക്കാൻ 1.5 ഏക്കർ സ്ഥലമൊന്നും വേണ്ട. ഇത്ര വലുപ്പമുള്ള ഒരു വടിയാണ്, അതിന്റെ തലക്കൊരു കയറാണ്, അത് ചാരി വെക്കാൻ ഒരു വിരലിന്റെ സ്പേസ് മതി. ആ വിരലിന്റെ സ്പേസിന് സ്വർഗത്തിൽ വില പറയാൻ ലോകത്തിലെ മുഴുവൻ സ്വത്തും മതിയാവൂല. ആ സ്വർഗാണ് നോമ്പുകാരന് വേണ്ടി വാതിൽ തുറന്ന് കാത്തിക്കണേ. ചെറിയ സംഗതിയല്ല. നമുക്ക് കോടീശ്വരനാവണ്ടേ? ദുന്യാവിൽ ഇപ്പോൾ എങ്ങനെ പണിയെടുത്താലും നമ്മൾ എത്ര ആളാ കോടീശ്വരനാകുക? ആകൂലല്ലോ. പക്ഷെ ഈ റമളാനെ ഉപയോഗിച്ചാല് നമുക്ക് കോടീശ്വരനാകാം. ദുന്യാവിലെ കോടീശ്വരനായാലും എന്താ നിങ്ങള്, അത് മരണം വരെയാണ്. ഈ ശ്വാസം നിലച്ചാല് 1 കോടിയില്ല, 1 ഈശ്വരനും ഇല്ല. ഏറ്റവും വില കുറഞ്ഞ വെള്ളത്തുണിയിൽ ഇന്നിപ്പോ നമ്മളിട്ട കുപ്പായത്തിന്റെ വില എത്രയാ? മീറ്ററിന് 1000, 1200, 2000 ഒക്കെ കുപ്പായത്തിന്റെ വില. നമ്മളെ മയ്യത്ത് പൊതിയാനുള്ള കഫൻ തുണിക്ക് വേണ്ടി കടയിൽ ചെല്ലുമ്പോൾ നമ്മളെ മക്കൾ ചോദിച്ചു, കാക്ക ബാപ്പ മരിച്ചിരിക്കുന്നത് കഫൻ തുണി വേണം, എന്താ വില? 15 ഉണ്ട്, 25 ഉണ്ട്, 40 ഉണ്ട്, 75 ഉണ്ട്. 15ന്റെ 3 മീറ്റർ മുക്കി പറയും. ഏതായാലും മണ്ണാകാളല്ലേ, അത് മതി എന്ന് പറയാം. ഇന്ന് നമ്മൾ തേക്കുന്ന ഇത്ര വലിപ്പമുള്ള കുപ്പിക്ക് എത്രയാ? 3000 ദിർഹമൊക്കെ. അന്ന് അങ്ങനെയല്ല. അന്ന് 250 മില്ലിന്റെ കുപ്പിന്റെ റോസ് വാട്ടർ അടപ്പ് തുറന്ന് കാണിക്കണ പാരല്ല. 250 മില്ലിക്ക് 15 റുപ്യ വില. എന്തേ അത്രേ ഉള്ളൂ. ഉണ്ടാക്കിയ സ്വത്ത് അത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ ഞാൻ 1 ഏക്കർ സ്ഥലം ഈ കിസൈസ് ഇസ്രായേൽ സെന്ററിന് മുമ്പിൽ 1 ഏക്കർ സ്ഥലം ഞാൻ വാങ്ങിയാലേ ഒരു 10-20 കൊല്ലൊക്കെ ഷാക്കിറിന്റെ പേരുണ്ടാവുള്ളൂ. പിന്നെ വേറെ ആള് വരും അതിന്, അല്ലേ? സ്വർഗം അങ്ങനെയല്ലേ, ഒരിക്കൽ കിട്ടിയാ പിന്നെ പോവില്ല. 10 കൊല്ലത്തിനല്ല, 100 കൊല്ലത്തിനല്ല, 1000, 10,000 അല്ല. മരണമില്ലാത്ത, അറ്റമില്ലാത്ത ജീവിതം, മടുപ്പില്ലാത്ത ജീവിതം, വയസ്സാകാത്ത ജീവിതം, വാർദ്ധക്യമില്ലാത്ത ജീവിതം, യുവത്വം നഷ്ടപ്പെടാത്ത ജീവിതം, ആശകൾ തീരാത്ത ജീവിതം, അത്യാഗ്രഹത്തിന്റെ ജീവിതം, ദുഃഖങ്ങളില്ലാത്ത ജീവിതം, സങ്കടങ്ങളില്ലാത്ത ജീവിതം, നിരാശകളില്ലാത്ത ജീവിതം, രോഗങ്ങളില്ലാത്ത ജീവിതം, ഭയപ്പാടുകളില്ലാത്ത ജീവിതം, മലമൂത്ര വിസർജനം പോലും ഇല്ലാത്ത ജീവിതം. എന്തല്ലേ
ആ ജീവിതത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന, അതിന് നമുക്ക് സൗകര്യം ചെയ്തു തരുന്ന ആ അനശ്വരമായ മനോഹര ജീവിതത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന നോമ്പ്, ആ നോമ്പ നമ്മുടെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മാസത്തിനെ അവഗണിക്കാൻ നമുക്ക് പറ്റുമോ? ആ മാസത്തിനെ കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റുമോ? ആ മാസത്തിനെ കാണാതെ പോകാൻ പറ്റുമോ? ആ മാസത്തിന് വേണ്ടി ഒരുങ്ങാതിരിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അതുകൊണ്ടല്ലേ റസൂൽ പറഞ്ഞത്, അതാകും റമളാൻ ഷഹ്റുൻ മുബാറകുൻ, ദാ വന്നെത്തിയിരിക്കുന്നു ട്ടോ, വല്ലാത്തൊരു മാസാട്ടോ. എന്നിട്ടോ ഫറളല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമ, ആ മാസം മുഴുവനും നോമ്പ് നോൽക്കൽ അല്ലാഹ് നിർബന്ധാക്കി. എന്തുകൊണ്ടാ? നിങ്ങൾ എന്റെ വീട്ടിൽ +1 പഠിക്കുന്ന കുട്ടിനോട് ഞാൻ പറഞ്ഞു, ഇന്ന് മുതൽ സ്റ്റഡി ലീവ് ആരംഭിക്കുക, പരീക്ഷ വരെ പുറത്തിറങ്ങാതെ വായിച്ചോളണം. ഓനോട് വെറുപ്പുണ്ടായിട്ടല്ല, ഓനോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, ഓന്റെ നന്മക്ക് വേണ്ടി ഞാൻ പറഞ്ഞു, ഇരുന്ന് വായിച്ചോ, പുറത്തിറങ്ങാൻ പാടില്ല. ഇന്റെ റബ്ബേ, ഒരു മാസക്കാലം എന്നോട് ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞതേ അള്ളാന്റെ ഖജനാവിൽ ഭക്ഷണത്തിന്റെ അളവ് ക്രമീകരിക്കാനല്ല, അള്ളാന്റെ ബഡ്ജറ്റിൽ ഭക്ഷണത്തിന്റെ അളവ് കൃത്യാക്കാനല്ല, ഇന്നോട് സ്നേഹം കൊണ്ട ഈ ഒരു മാസത്തിനെ ഉപയോഗപ്പെടുത്തി കിട്ടുന്ന ആ വല്ലാത്ത നന്മയുമായി എനിക്ക് സ്വർഗം കിട്ടാനാ. അതാ ഫറളല്ല. നിങ്ങൾ മാണെങ്കിൽ നോറ്റോളി എന്നല്ല പറഞ്ഞേ, സ്വർഗം മാണെങ്കിൽ നോറ്റോളി എന്നല്ല പറഞ്ഞേ, ഓരോരുത്തരും നോറ്റോളണം. എന്താ കാരണം എന്നറിയോ? ഓരോരുത്തരോടും പടച്ചോടുള്ള സ്നേഹമാണ്. ഓരോരുത്തരോടും റബ്ബിനോട് ഓരോരുത്തരും മര്യാദക്ക് നോറ്റോളണം. എന്തിനറിയോ? സ്വർഗം തരാൻ. അള്ളാഹു വെച്ച മാനദണ്ഡ പ്രകാരം നമുക്ക് സ്വർഗം കിട്ടാൻ അള്ളാഹ് നമ്മുടെ മേൽ നിർബന്ധാക്കി, നമ്മൾ ഒഴിഞ്ഞു പോകാതിരിക്കാൻ. അത് മാണെങ്കിൽ നോറ്റാ പോരെ, എനിക്കിപ്പോ ഒഴിവില്ല എന്ന് പറഞ്ഞ് നമ്മൾ വഴിമാറി ആ സ്വർഗം നഷ്ടപ്പെടാതിരിക്കാൻ കാരുണ്യവാനായ റബ്ബ് ഫറളല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമ തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ. പാപമോചനത്തിന്റെ കാരുണ്യത്തിന്റെ പെരുമഴ പെയ്യുന്ന ആകാശത്തിന്റെ വാതിലുകൾ. കൂട്ടരെ, ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ, ഇപ്പൊ രാജ്യത്തൊക്കെ ശൈത്യകാലം വരുമ്പോ അല്ലെങ്കിൽ ഉത്സവകാലം വരുമ്പോഴൊക്കെ നമ്മുടെ നാട്ടിലെ സർക്കാരുകൾ എന്തൊക്കെ മാറ്റങ്ങളെ വരുത്തുക. റോഡൊക്കെ നിയമങ്ങളൊക്കെ റെഡിയാക്കി, ഓഫീസുകളൊക്കെ അങ്ങനെ കുറെ മാറ്റങ്ങൾ വരുത്തൂലേ. ഈ വരുന്ന സംഗതി അത് കൃത്യമായിട്ട് നടക്കാൻ വേണ്ടി കുറെ മാറ്റങ്ങൾ സമൂഹത്തിൽ വരുത്തൂലേ. നമ്മളെ വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ പാർക്കിങ്ങിന് സ്ഥലം ഉണ്ടാക്കും, ആൾക്കാർക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാക്കും, ഭക്ഷണം വെക്കാൻ സ്ഥലം ഉണ്ടാക്കും, ഒക്കെ ക്രമീകരിക്കൂലേ. നിങ്ങൾക്കറിയോ, ഒരു റമദാൻ വരുമ്പോ പടച്ച റബ്ബ് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത മാറ്റാണത്. ആകാശത്തിന്റെ വാതിലുകൾ, പാപമോചനത്തിന്റെ വല്ലാത്ത കാറ്റടിക്കുന്ന, സ്വർഗപ്രവേശനത്തിന്റെ വല്ലാത്ത മഴ പെയ്യുന്ന ആകാശത്തിന്റെ വാതിലുകൾ അല്ലാഹ് തുറന്നിടും. തീർത്തില്ല. മനുഷ്യനെ അവന്റെ ഇഷ്ടങ്ങളിലൂടെ ജീവിപ്പിച്ച് നരകത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ആ നരകത്തിന്റെ വാതിലുകൾ ഉണ്ടല്ലോ, ആ വാതിലുകൾ റബ്ബ് കൊട്ടിയടക്കും. മനുഷ്യനെ പിഴപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങി തോന്നിവാസങ്ങൾ സുന്ദരമാക്കി കാണിച്ച് മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പിശാചുക്കളുണ്ടല്ലോ. ഇപ്പത്തെ കാലത്തിന്റെ പ്രത്യേകത എന്താ പറയുക? പിശാച്ച് സംഗതി ആള് മോശമാണെങ്കിലും എന്താ പറയാ, ഒരു കാര്യത്തിൽ പിശാച്ച് അള്ളാനോട് പറഞ്ഞു, പടച്ചോനെ ഞാൻ ഇവരെ പേപ്പിക്കും. എങ്ങനെ പേപ്പിക്കാം? ചതിയിൽ പേപ്പിക്കും എന്നല്ല പറഞ്ഞേ. തെറ്റായ കാര്യങ്ങള്, മോശപ്പെട്ട കാര്യങ്ങള് അത് നല്ല ഭംഗിയുള്ളതായിട്ട് ഞാൻ അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുന്ന. നമ്മളൊക്കെ ഇപ്പൊ നമ്മളൊക്കെ നാട്ടിൽ, ഇപ്പൊ ഒരു നാട്ടില് ഒരു കല്യാണം നടക്കുക. എന്താ കല്യാണം? എൻ്റെ മകനെ ഞാനൊരു പുതിയ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുക. മറ്റൊരാൾ വളർത്തിയ ഒരു പെൺകുട്ടി എൻ്റെ മകന്റെ കൂടെ ചേർന്ന് ഒരു പുതിയ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്ന ധന്യമായ ഒരു അവസരമാണ്. ആ കല്യാണത്തിനൊക്കെ ഇബ്ലീസ് ഇങ്ങോട്ട് കേടുവരുത്തിയിട്ട് എന്താപ്പ കല്യാണത്തിന്റെ ഒക്കെ കാര്യങ്ങൾ. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു കാര്യപ്പെട്ട ആളെ കല്യാണത്തിന് വണ്ടി എടുത്ത് പോയപ്പോ എന്നെ വിളിച്ച്, മൗലവി നിങ്ങളില്ല, ഞാനല്ല പോരും മൗലവി, ഭയങ്കര ഫുഡൊക്കെ ഉണ്ട് പറഞ്ഞു. പോയാലുണ്ട് പിറ്റേന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കിയമാർക്ക് വരുന്നത് ചോറ് കിട്ടിയിട്ടില്ല. എന്ത്? അത് വളമ്പട സ്ഥലം തന്നെ എവിടെയാ കണ്ടില്ല. അജ്ജാതി തിരക്കേയും. എന്തിനാ കല്യാണല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞേ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ,
ഈമാൻ ഉണ്ടോ നിങ്ങൾക്ക്? ഫല്യുക്രിം വൈഫഹുന, അവൻ വിളിച്ചു വരുത്തിയ അതിഥിയെ ആദരിക്കണം. അതിഥികൾ വന്നിട്ട് ഇരിക്കാൻ കസേരല്ല, നിൽക്കാൻ സ്ഥലല്ല, വണ്ടി നിർത്താൻ സ്ഥലല്ല. 1.5 കിലോമീറ്റർ അപ്പുറം വണ്ടി നിർത്തി നടങ്ങി വന്നിട്ട് ചോറിന് പോയി നോക്കുമ്പോൾ ജയിലിൽ പോയമാർക്ക് പാത്രം കൊണ്ട് ഭരിക്കണം. എന്നിട്ടോ വളമ്പി കൊടുക്കണോ ഒരു കഷ്ണം ഇട്ട് കൊടുത്തവന് കാണാത്തമാർക്ക് നോക്കും. എനിക്കൊക്കെ തള്ള കയ്യിലോട്ട് കോരിട്ടല്ലേ സമാധാനമാവുള്ളൂ. ഇപ്പൊ സ്പൂൺ കൊണ്ട് കോരിട്ടാണ് കാണാത്തമാർക്ക്. എന്തിനാലേ ഇതിനൊക്കെ ബഹുമാനിക്കുക എന്ന് പറയാ, സ്വീകരിക്കുക എന്ന് പറയാ. എന്നിട്ട് കല്യാണത്തിന്റെ പേരിൽ നടക്കണ വേണ്ടാത്ത പുതിയാപ്പള വന്നത് വാടകക്ക് കുപ്പായിട്ട് കണ്ട് ഓന്റെ ബാപ്പത്ര ഫക്കീറ. ഞാൻ ആദ്യമായിട്ട് വെള്ളിയാഴ്ച, എനിക്ക് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ വെള്ളിയാഴ്ച ഒരു പെരുന്നാളിന് കുത്തുബക്ക് പോകാൻ അവസരം കിട്ടിയപ്പോൾ എൻ്റെ അമ്മാക്കൊരു ഇടങ്ങേറ്. പുള്ളിക്ക് വെള്ള കുപ്പായില്ല, പുള്ളി കുപ്പായുള്ളൂ. അയലോക്കത്തുണ്ട് ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട കുട്ടി, എൻ്റെ ഒപ്പം പഠിക്കുന്ന കുട്ടിയാ. ഓൻ്റെ വെള്ള കുപ്പായം കൊടുക്കുമ്പോൾ എനിക്ക് തന്നിട്ട് പോയിക്കോ, വെള്ളിയാഴ്ച അല്ലേ. അപ്പൊ ഞാൻ ആ വെള്ള കുപ്പായിട്ടിന്റെ വാപ്പ വെച്ച് അയാളുടെ കുപ്പായം ചോദിച്ചു. ഉമ്മ പറഞ്ഞ് അത് ഞാൻ നല്ല കുപ്പായം, ഓൻ്റെ കുപ്പായം പഴയ കുപ്പായം, ഞാൻ നല്ലൊരു കുപ്പായം ഒന്ന് വാങ്ങിയതാണ്. വാപ്പ അയക്കുക അത് കഴിപ്പിച്ച് ബാപ്പാൻ്റെ ഒരു കോറക്കുപ്പായ ഉണ്ടായി. അത് ഇട്ടുകൊണ്ട് ഞാൻ ഇമ്മയ്ക്ക് പോയി. എൻ്റെ ബാപ്പ അഭിമാനത്തോടെ നിന്ന്. ആ അഭിമാനം എവിടെ പോയത്? പൈസ ഉള്ള ബാപ്പാരെ മക്കളും വാടകയ്ക്ക് ഇന്നലെ വേറെ എടുത്തോ കല്യാണത്തിനിട്ട് തിരുമ്പിട്ട് കൂടി ഇല്ല, തിരക്കണേ. ശനിയാഴ്ച കല്യാണം കഴിഞ്ഞ് കൊടുത്ത് തൂക്കി നിൽക്കുക കുപ്പായ, ഞായറാഴ്ച മറ്റോട്ട് പോണേ. എന്നിട്ട് എന്താ അഭിമാനം അല്ലേ? ഒരു നല്ല ഒരു സ്ഥലത്ത് ഇബ്ലീസ് ആണ് പറഞ്ഞേ. ഇബ്ലീസ് അങ്ങനെയാണ്. പെരുന്നാളിന്റെ തലേന്ന് ഒരു മകൻ പറഞ്ഞ പോലെ ബാപ്പാനോട്, ബാപ്പ പാന്റ് ഇല്ല, പെരുന്നാളിന് പാന്റ് ഇല്ലെങ്കിൽ മോശമല്ലേ, ബാപ്പ 1000 കൊടുത്തോലോ. 1000ന് പാന്റ് കിട്ടൂല, ബാപ്പ ഒരു 1000 കൂടി കൊടുത്തു തരും. അതിലിപ്പോ ഉമ്മാരെ തുമ്മ 2000 റുപ്യ തന്നതുകൊണ്ട് പാന്റ് കിട്ടൂല. അതിൽ ഉമ്മ വന്ന് പറയുമ്പോ ഞങ്ങൾ എന്തൊരു മനുഷ്യനാ, 2000 റുപ്യ പാന്റ് 1000 കൂടി കൊടുക്കി പറഞ്ഞു. മൂപ്പര് 3000 കൊടുത്തു. പിറ്റേന്ന് പള്ളിക്ക് പോകുമ്പോ അബ്ബണ്ട് സ്കൂളത്തെ യൂണിഫോമിന്റെ നീല പാന്റ് ഇട്ട് പള്ളിക്ക് കൊണ്ട്. അപ്പൊ ബാപ്പ എവിടെ എന്തെങ്കിലും വാങ്ങിയ പാന്റ്. അപ്പൊ അങ്ങനെ വല്ല ബാക്കിക്ക് ഇങ്ങനെ നുഴഞ്ഞു കളിച്ചത്. അപ്പൊ അമ്മ പറഞ്ഞ് അതൊന്നും പള്ളിക്ക് കിടാൻ പറ്റൂല. പള്ളിക്ക് കിടാൻ പറ്റാത്ത പാന്റ് 3000 റുപ്യ എടുത്തു പറഞ്ഞേ. ആപ്പാന്റെ കണ്ണുമോറ് മോരെ പോയിട്ട് കൊടുത്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ 18 ഓട്ട, മുട്ടുംകാലം ഓട്ട, കുടന്മാല ഓട്ട, കാലം 3000 റുപ്യന്റെ പാന്റ്. ആ കീറിയ പാന്റ് ഇട്ട് നടക്കുമ്പോ ഇബ്ലീസ് പറയാവും, തന്നെങ്ങനെ കണ്ടാല് ഹോളിവുഡിൽ നിന്ന് വരാൻ തോന്നും. എന്താ എന്റെ ചൊറുക്ക്, എന്താ രസം അല്ലേ? അതിൽ വീണ് പോക മനുഷ്യന്മാരെ. അതാണ് ഇബ്ലീസ് പറഞ്ഞത്, വൃത്തികേടുകൾ ഞാൻ അവർക്ക് മനോഹരം. നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റിന്റെ വൃത്തികേട് ഒന്ന് ഇപ്പുറത്തേക്ക് മാറിയിരുന്ന് ആലോചിച്ചു നോക്കണ്ടി. അപ്പം മനസ്സിലാകും ഒരിത്തിരി ബോധം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റിന് ഏത് തെറ്റും വൃത്തികേടാ. നിങ്ങൾക്ക് എത്ര സുഖം തരുന്നുണ്ടോ, എത്ര ആസ്വാദനം തരുന്നുണ്ടോ, ആ തെറ്റിന്റെ യഥാർത്ഥമായ വഴിയിലേക്കൊന്ന് ആലോചിച്ചു നോക്കണ്ടി. അറപ്പ് കൊണ്ട് ഓക്കാനിച്ചു പോകും. പക്ഷെ ഇബ്ലീസ് അതിനെ അയക്കൂല. എന്താ രസം, എന്താ സുഖം, എന്താ ഭംഗി, ഈ പാര ഇത് രാജാവാട്ടോ, മറ്റുള്ളൊക്കെ പൊട്ടന്മാരാണ്, ഇവരങ്ങനെ തെരപ്പ് കയറ്റല്ലേ, അങ്ങനെ ചെയ്യിപ്പിക്കാം അല്ലേ? ആ ഇബ്ലീസ് മനുഷ്യനെ പിഴപ്പിച്ച് കളയുന്ന ആ പിശാചുക്കളൊക്കെ പടക്ഷം പിടിച്ച് കേട്ടിടും. ഇപ്പൊ ഞാനിങ്ങനെ ഒരു പിരിവ് ഉദ്ദേശിച്ച ആൾക്കാരെന്താ പറയാ, ഇപ്പൊ പിരിക്കണ്ട, റമദാനിൽ പിരിക്കാറുണ്ട്. ഇപ്പൊ 10 റുപ്യ തരണോ, റമദാനിൽ 100 റുപ്യ തരും. എന്തേത് ഉറുപ്പ്യന്റെ പേര് പറഞ്ഞിട്ടല്ല. ഇപ്പൊ ഇബ്ലീസ് പറയാ 10 കൊടുത്താൽ മതി. റമദാനാകുമ്പോ ഇബ്ലീസ് ഇല്ല, അതുകൊണ്ട് 100 കൊടുക്കും. അത് അള്ളാഹ് പറഞ്ഞേ, പ്രവാചകൻ പറയാ പിശാചിനെ കെട്ടിയിടും. എന്നിട്ട് തീർന്നില്ല, ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസം പുണ്യം ചെയ്താൽ കിട്ടാത്ത കൂലി കിട്ടുന്ന ഒരു രാത്രി ആ മാസത്തിനുണ്ട്. എന്നിട്ടൊരു കാര്യം കൂടി റസൂൽ പറഞ്ഞു. എന്താണ് റസൂൽ പറഞ്ഞത് നിങ്ങള്? അത് പേടിക്കണം കേട്ടോ. അവസാനം പറഞ്ഞ വാക്ക് അത് പേടിയോടുകൂടി ഓർക്കണം. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ, മൻ ഹുരിമ ഖൈറഹാ. അതിന്റെ ആ രാത്രിയുടേതാവാം, ആ മാസത്തിൻ്റെതാവാം, അതിന്റെ ഖൈറ് ഒരാൾക്ക് വാങ്ങാൻ കഴിയാതെ പോയാൽ ലോകത്തിലെ എല്ലാ നന്മകളും നിഷിദ്ധമാക്കപ്പെട്ടവനെ പോലെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ലത് ചെയ്യാൻ കഴിയാതെ തിന്മകൾ ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യനെ പോലെയാവും. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ അനശ്വരമായ ദിനരാത്രങ്ങളായിട്ട് റമദാൻ വരിക. അതുകൊണ്ട് റമദാനെ സ്വീകരിക്കണം. എങ്ങനെ സ്വീകരിക്കണ്ടേ? വീട് പെയിന്റ് അടിച്ചിട്ട് നമ്മുടെ നാട്ടിലെ രസകരമായ അവസ്ഥകളിൽ ഈ നനച്ചുളി എന്നൊരു പരിപാടി ഞാൻ പണ്ടില്ലേ, റമദാന്റെ തലേന്ന് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി തട്ടിയടിച്ച്. ഇപ്പൊ നനച്ചുളി ഒരീസല്ല, ഒരു മാസമൊക്കെയാണ്. മാത്രമല്ല ഇപ്പൊ കോൺട്രാക്ട് എടുക്കുക ആൾക്കാർ വീട് നനച്ചു കുളിപ്പിച്ചു കൊടുക്കുന്ന പരസ്യം. ഒരു സ്ക്വയർ ഫീറ്റ് ഇത്ര നമ്മൾ മാറി കൊടുത്താൽ മതി. ഒരു വന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ആശുപത്രിയിൽ നമ്മളോട് മർത്തോമ മിഷൻ
ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ ഒരു ഓർത്തോന ഡോക്ടർ ഉണ്ട്. അയാൾ പറയാണ്, എന്താണ് ഉസ്താദെ ഈ മാസത്തിൽ നിങ്ങൾക്ക് പ്രത്യേകം വല്ല ആചാരമുണ്ടോ? എന്റെ 15ാമത്തെ പെണ്ണാണ് വീണുകാണ്ട് കാലുവെട്ടി കൊടുത്തിട്ട് തട്ടിയടിച്ചാൻ വേണ്ടി ഈ അലൂമിനിയം പാനന്റെ മേലെ കയറിങ്ങാണ്ട് കുത്തി പറഞ്ഞ് വീഴുകയാണ്. അതേപോലെ നിലക്കറിഞ്ഞ പണ്ട് തന്നെ ചാണകം മെഴുകിയ നില കുഴപ്പമില്ല, ഇപ്പൊ ഈ ടൈൽസിന്റെ നിലത്ത് ഈ സോപ്പുള്ള വെള്ളം പാടെ ഒഴുക്കിയിട്ട് ഇതാ പോണേലും തലൊരു ഭാഗത്തും കാലൊരു ഭാഗത്തും എല്ല് ഡോക്ടർമാർക്കല്ല കേസാ റമദാന് മുമ്പ്. അപ്പൊ ആ ജാതി ഒരു നനച്ചുകുളിയൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ വീടുമ്മ എട്ടുകാലിയുടെ പിന്നെ വരയുള്ളത് കൊണ്ടോ നമ്മുടെ വാതിലുമ്മ പൊടിയുള്ളത് കൊണ്ടോ നമ്മുടെ അമല് സ്വീകരിക്കാതെ കൂലട്ടോ. ഇന്റെ വാതില് റമദാനിന് വേണ്ടി കഴുകിയിട്ടില്ലെങ്കിൽ ആ റൂമിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ചെയ്യുന്ന നോമ്പ് അല്ലാഹ് സ്വീകരിക്കൂല എന്ന് പറഞ്ഞിട്ടില്ല. ഇന്റെ ജനല് കഴുകിയിട്ടില്ലെങ്കിൽ എന്റെ വീട്ടിലെ നിസ്കാരം സ്വീകരിക്കൂല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്റെ മനസ്സിലെ ചില മാറാതകളുണ്ട്, എന്റെ മനസ്സിലെ ചില വേണ്ടാത്ത പൊടികളുണ്ട്, എന്റെ മനസ്സിലെ ചില ചെളികളുണ്ട്. അതുണ്ടെങ്കിൽ എന്റെ ആരാധന വെറുതെ. ഏറ്റവും പ്രധാനമാണ് ശിർക്ക്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശിർക്കിന്റെ ഒരു തരി ഉണ്ടെങ്കിൽ അവന്റെ ഒരാരാധനയും നോമ്പ് നല്ല ഒരാരാധനയും അള്ളാഹ്ക്ക് വേണ്ട, അവന്റെ പ്രാർത്ഥന അള്ളാഹ്ക്ക് വേണ്ട, അവന്റെ ഒരു ആരാധന അള്ളാഹ്ക്ക് വേണ്ട. ഉറപ്പായിട്ടും നരകത്തിക്ക ഒരു പ്രതീക്ഷയും വേണ്ട. ശിർക്ക് ഉണ്ടാകരുത്. കുടുംബത്തിലൊക്കെ പറയണേ, മക്കളുണ്ട് ഇവിടെ, കൃത്യം പൈസ വീട്ടിൽ അയച്ചു കൊടുക്കുന്ന മക്കളുണ്ട്, റമദാനിന് വേണ്ട കാരക്കയും നോൻപൊറക്കാനുള്ള സംസം വെള്ളം വരെ എത്തിക്കുന്ന ആൾക്കാരുണ്ട്. ബാപ്പാര് ശിർക്കിലാണ്, ഉമ്മാര് ശിർക്കിലാണ്, ഊരമ്പലും കഴുത്തിലും ഇപ്പോഴും ഏലസും ഐക്കലൊക്കെ ഉണ്ട്. അത് പൊട്ടിച്ചെറിയാത്ത മക്കളാ ഇവിടുന്ന് നോമ്പൊറക്കാൻ നല്ല കാരക്ക, നല്ല റുത്തബ് കാരക്കേട്ടോ, അല്ലെങ്കിൽ നല്ല മറ്റേ കാരക്കയാണ്, കിലോന്ന് എത്ര ഉറുപ്പ്യ നിങ്ങള് എന്ത് ഉത്തരേ. ഈ ശിർക്കോട് കൂടി ഓല് നാരങ്ങയല്ല കാരക്കല്ല സംസം വെള്ളം കൊണ്ടാണ് നോമ്പ് പറഞ്ഞാലും ആ നോമ്പിന് എന്താ കാര്യമുള്ളത്? അതുകൊണ്ട് ശിർക്കിനെതിരെ ജാഗ്രത കാണിക്കുക. ഒന്ന്. രണ്ടാമത്തേത്, പ്രവാചകൻ പറഞ്ഞെന്താ നിങ്ങള്, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞവന്റെ അമലുകൾ അല്ലാഹ് സ്വീകരിക്കൂല. കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞവൻ, കുടുംബത്തിൽ തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ, നമ്മൾ മിണ്ടാത്തവരുണ്ടെങ്കിൽ, മിണ്ടിയാൽ മടക്കാത്തവരുണ്ടെങ്കിൽ, സലാം പറയാത്തവര്, മടക്കാത്തവര്, മുഖത്തേക്ക് നോക്കാത്തവര്, ക്ഷണിക്കാത്തവര്, ക്ഷണം സ്വീകരിക്കാത്തവര്, രോഗമായാൽ പോലും സന്ദർശിക്കാത്തവര്, മരിച്ചാൽ പോലും ചെന്ന് കാണാൻ അനുവാദമില്ലാത്തവര്, കുടുംബങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അമലുകൾ അല്ലാഹ് സ്വീകരിക്കൂലട്ടോ. സത്യമായിട്ടും അള്ളാന്റെ ഹബീബ് പറഞ്ഞതാ, നന്മകളുമായിട്ട് മലക്കുകൾ ചെല്ലുമ്പോ അള്ളാഹ് പറയുന്നതാണ്, അവരുടെ കർമ്മങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഞാൻ അവർക്കൊരു ബന്ധം കൊടുത്തിരുന്നു, ആ ബന്ധം അവർ മുറിച്ചു. മരിക്കുന്നതിന് മുമ്പ് ആ ബന്ധം നന്നാക്കുകയാണെങ്കിൽ മാത്രം അവരിങ്ങോട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. സമയം എന്നാ പറഞ്ഞല്ലേ, 10:15 പോകുന്നു. ഞാൻ നിർത്താൻ വിചാരിച്ച സന്തോഷത്തോട് വാങ്ങിയതാണ്. അപ്പൊ എന്തായാലും അപ്പോ പിന്നെ ഈ കുടുംബ ബന്ധങ്ങൾ, അതെ, അവ കുടുംബ ബന്ധങ്ങൾ നമ്മുടെ കുടുംബങ്ങളില് തെറ്റി നിൽക്കുന്ന ആളുകളോ അകന്നു നിൽക്കുന്നു. ഇപ്പൊ നമ്മളുണ്ടാവുകയെ ഗൾഫിലൊക്കെ ആവുമ്പോഴേ ജ്യേഷ്ഠാഞ്ചന്മാര്, മിണ്ടാത്തവര്, തെറ്റിയവര്, മാതാപിതാക്കളോട് തെറ്റിയവരൊക്കെ ഉണ്ട്. മാതാപിതാക്കളോട് തെറ്റിയവരുണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോ രസകരമായ വിവരം കേട്ട് അവിടുത്തെ ഭാര്യ ഭർത്താവ് 25 കൊല്ലമായിട്ട് തെറ്റില്ലാത്രേ. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ ചോറും കൂട്ടാൻ വെക്കല്? ഓൾ തന്നെയാണ്. ആരാ തിന്നല്? ഞാൻ തന്നെയാണ്. തുണി കുപ്പായ തിരുമ്പല് ഓൾ തന്നെയാണ്. ആരാ എടുക്കല്? ഞാൻ തന്നെയാണ്. ഒക്കെ കറക്റ്റാ. പക്ഷെ ഒരു മുണ്ടുക തന്നെ 25 കൊല്ലമായി എത്ര തെറ്റിയിട്ട്. എന്തല്ലേ നിസ്കാരമൊക്കെ ഉണ്ട്, പള്ളിക്കല 1ാമത്തെ തൊഫിലുണ്ടാവും. പക്ഷേ അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ലേ, ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉ റഹ്മിൻ, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞവൻ സ്വർഗത്തിൽ പോകൂലാന്ന് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞേ. അതുകൊണ്ട് റമളാന്റെ മുമ്പേ ഒരുങ്ങണമെങ്കിൽ ആദ്യം അവിടെ ഒരുങ്ങി തെറ്റിയ ബന്ധങ്ങളൊക്കെ നന്നാക്കി. ഫോൺ വിളിക്കി, കൊല്ലങ്ങളായിട്ട് മുണ്ടാത്ത അഞ്ചന്മാരുടെ ഇട ബാപ്പാന്റെ സ്വത്ത് വലിച്ചപ്പോ തെറ്റിയതല്ലേ, ആ ഒരു അടി സ്ഥലം എടുത്തോ, എനിക്കത് വേണ്ട, എന്നാലും നന്നാവല്ലേ, നമുക്ക് സ്വർഗത്തിൽ പോണ്ടേന്ന് പറഞ്ഞ് നന്നായിക്കോളെ. എളാപ്പ, മൂത്താപ്പ, മക്കൾ, അമ്മാവൻ, അമ്മായി, അങ്ങനെയൊക്കെ തെറ്റിയവരുണ്ടാവും. കുടുംബം നന്നാക്കിയില്ലെങ്കിൽ അമല് വെറുതെ കേട്ടോ, അള്ളാഹ് സ്വീകരിക്കൂല. രണ്ടാമത്തേതാണിത്. മൂന്നാമത്തെ എന്താ പറയുക, വരുമാനങ്ങൾ ഹലാലാക്കുക. വരുമാനങ്ങൾ ഹലാലാക്കുക. ജട പിടിച്ച മുടിയും പൊടി പിടിച്ച വസ്ത്രങ്ങളുമായി നീണ്ട യാത്ര കഴിഞ്ഞ് പള്ളിയിൽ വന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന ഒരു അടിമ, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്. അയാൾ അള്ളാഹിനെ വിളിച്ചാ പ്രാർത്ഥിക്കണേ, ആരാരും വിളിക്കണില്ല. ദീർഘയാത്രയില്ല. യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ഉത്തരമുണ്ട് എന്ന് പഠിപ്പിച്ച മത. ആ നിബന്ധനകളൊക്കെ ഒത്തുചേർന്നിട്ട് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്. അള്ളാഹിന്റെ റസൂൽ പറയണേ, ഓൻ തിന്നണ ഭക്ഷണം ഹറാമാ, ഓൻ കുടിക്കണ വെള്ളം ഹറാമാ, ഓൻ പാർക്കണ വീട് ഹറാമോണ്ട് ഉണ്ടാക്കിയതാ, ഓൻ ധരിച്ച വസ്ത്രം ഹറാമോണ്ട് വാങ്ങിയതാ. ഹറാം, ഓൻ ആകപ്പാടെ ഹറാമിൽ കണ്ട് പൊതിയപ്പെട്ടിരിക്കുന്നു. എവിടുന്ന ഓൻ ഉത്തരം കിട്ടുന്നത്?
എവിടുന്നാ ഓൻ ഉത്തരം കിട്ടുന്നത്? കിട്ടൂലാന്ന്. കൂട്ടരെ, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇബാദത്തിന്റെ കഥ കഴിഞ്ഞില്ലേ? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാ. ആ പ്രാർത്ഥന തിരസ്കരിക്കപ്പെട്ടവന് പിന്നെ എന്ത് ഇബാദത്താ? അതുകൊണ്ട് ഇബാദത്തുകൾ, പ്രാർത്ഥനകൾ അത് സ്വീകരിക്കാൻ വേണ്ടി അമലുകൾ, കർമ്മങ്ങൾ നന്നാക്കുക, വരുമാനങ്ങൾ ഹലാലാക്കുക, ഹറാമായ വരുമാനങ്ങളെ ഒഴിവാക്കുക. ഹറാമായ വരുമാനങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഹറാമായ വഴിയിലൂടെ സമ്പാദിക്കുന്ന വരുമാനങ്ങൾ, രണ്ടാമത്തേത് ഹറാമായ വഴിയിൽ ഹറാമായ രൂപത്തിൽ നമുക്ക് വന്നു കിട്ടുന്ന ഹറാമുകൾ. അന്യന്റെ സ്വത്തൊക്കെ പിടിച്ചു വലിച്ചുണ്ടാക്കുന്ന സ്വത്തേ. മൂന്നാമത്തേത് ഹറാമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഹറാമായ ആഘോഷങ്ങൾ, ഹറാമായ ചടങ്ങുകൾ, അങ്ങനെ ഹറാമായ ഭക്ഷണ പദാർത്ഥങ്ങൾ. ഈ ഹറാമായ ഭക്ഷണ പദാർത്ഥം നമ്മുടെ അമലുകൾ സ്വീകരിക്കാൻ തടസ്സമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവസാനമായിട്ട് എനിക്ക് റമദാനുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾക്കറിയോ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു റമദാനിനെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ ഏതാ? നിങ്ങള് സൂറത്തുൽ ബഖറ 2-ാം അധ്യായം. സൂറത്തുൽ ബഖറയിലെ 183, 184, 185, പിന്നെ ഒരായത്ത് വിട്ടിട്ട് 187, 183, 184, 185. ഇത് മൂന്നും റമദാനെ കുറിച്ചാണ്. 186 റമദാൻ അല്ല, 187 റമദാനാ. ഈ 186 ഏതാ നിങ്ങൾക്ക്? ആയത്ത് ഏതാ അറിയോ? റമദാനിന്റെ നിയമങ്ങളെ കൃത്യമായി പഠിപ്പിക്കുന്നതിന്റെ ഇടയിലാണ് അല്ലാഹു തആല പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായ തൗഹീദുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായ ഒരു വാചകം നമ്മളെ പഠിപ്പിച്ചത്. അതെ, റമദാനിന് വേറൊരു പേരുണ്ട്. ഷഹ്റു റമദാൻ, ഷഹ്റുൽ ഖുർആൻ, ഷഹ്റുൽ ഗുഫ്റാൻ. ആ കൂട്ടത്തിൽ ഒന്നാണ് എന്താ നിങ്ങള്? ഷഹ്റു ദുആ. അത് പ്രാർത്ഥനയുടെ മാസമാണ്. ഒരടിമ അഥവാ ഞാൻ എന്റെ റബ്ബിലേക്ക് അടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചരടാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെ അല്ലാതെ എന്റെ റബ്ബുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്ക്, മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ എന്ത് പരിഗണിക്കാനാണെന്നാണ്. അള്ളാഹു എന്നെ പരിഗണിക്കുന്നത് എന്റെ കുടുംബത്തിന്റെ പേര് നോക്കിയിട്ടല്ല, എന്റെ വരുമാന സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടല്ല, എന്റെ ബാങ്ക് ബാലൻസ് നോക്കിയിട്ടല്ല, എന്റെ ശരീരത്തിന്റെ ആരോഗ്യം നോക്കിയിട്ടല്ല, എന്റെ കുടുംബത്തെ നോക്കിയിട്ടല്ല. ഞാൻ എന്റെ റബ്ബിനോട് എത്രമേൽ പ്രാർത്ഥിക്കുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിലാ ഞാനും എന്റെ റബ്ബുള്ള ബന്ധം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. അല്ലാഹു പറയാണ്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ അഹങ്കാരം കാണിക്കുന്ന മനുഷ്യൻ, പ്രാർത്ഥിക്കാൻ മടിയ, നിസ്കാരം കഴിഞ്ഞാൽ പോലും പ്രാർത്ഥിക്കൂല. സലാം വീട്ടുമ്പോൾ കീശിന്ന് മൊബൈൽ എടുക്കും. വാട്സാപ്പിൽ ആരെങ്കിലും മെസ്സേജ് അയച്ചിക്കണോ അത് നോക്കാതെ ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഫോണും കൊണ്ട് ഇങ്ങട്ടാ ഒന്ന് ഇരുന്നിട്ട് പടച്ചോനെന്ന് വിളിച്ചിട്ട് ആ റബ്ബിനോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടി പറഞ്ഞ് സങ്കടം പ്രയാസമൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സ് തുറന്ന് റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കാൻ മനസ്സില്ല. ഒപ്പമുള്ളവൻ പറയും, എന്നാ ചില പുറത്ത് കിട്ടോ, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. നമ്മക്കൊന്നും പ്രാർത്ഥിക്കാനില്ലേ? നമ്മളെല്ലാം കഴിഞ്ഞവരാണോ? എല്ലാം പൂർണ്ണമായവരാണോ? എന്താ കൂട്ടരെ നമ്മുടെ അടുത്തുള്ളത്? എന്താ നമ്മളെ അടുത്തുള്ളത്? ഒന്നുമില്ലല്ലോ. ആ പടച്ച റബ്ബിന്റെ ഔദാര്യം കിട്ടണ്ടേ? മൂർധാവിലെ മുടി മുതൽ കാലിന്റെ പെരുവിരലിന്റെ നഖം വരെ നടക്കണമെങ്കിൽ, അനങ്ങണമെങ്കിൽ, ചലിക്കണമെങ്കിൽ, പ്രവർത്തിക്കണമെങ്കിൽ റബ്ബിന്റെ ഔദാര്യം വേണ്ടേ? വേണം. അതൊന്ന് ചോദിക്കാൻ റബ്ബിനോട് ഒന്ന് മനസ്സറിഞ്ഞ് ചോദിക്കാൻ നമുക്ക് തോന്നണില്ലെങ്കിൽ പിന്നെ അഹങ്കാരി എന്നല്ലാതെ അല്ലെ, അഹങ്കാരി എന്നല്ലാതെ എന്താ മോനെ വിളിക്കുക? അതുകൊണ്ടാണ് ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, ദുആ എന്നത് ഇബാദത്താണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി ഓതിയ ആയത്താണത്. എന്നോട് പ്രാർത്ഥിക്കുന്ന അഥവാ എന്നോട് ആരാധന ചെയ്യുന്ന വിഷയത്തിൽ മടി കാണിക്കുന്ന, അതിന് താല്പര്യം കാണിക്കാത്ത മനുഷ്യൻ അഹങ്കാരിയാണ്. സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യനും നികൃഷ്ടനുമായിട്ട് അവൻ നരകത്തിൽ എറിയപ്പെടുന്ന പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ മാസമാണ് റമദാൻ. പ്രാർത്ഥനാ നിർഭരമായ മാസം.
അള്ളാഹുവിലേക്ക് ജീവിതത്തെ സമർപ്പിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പുലർത്തി അള്ളാഹുവിന്റെ ഇഷ്ടം നേടി അള്ളാഹുവിന്റെ അടുക്കലേക്ക് അടുക്കുവാനുള്ള വല്ലാത്ത ഒരു സമയമാണ് ഈ റമദാൻ മാസം. അതുകൊണ്ട് ആ റമദാൻ മാസത്തിന് വേണ്ടി മാനസികമായി ശാരീരികമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നമ്മൾ നടത്തി വെക്കുക. ആരാധനകൾ എല്ലാം കിട്ടണം, നോമ്പുകളൊക്കെ കിട്ടണം, തറാവി ഒക്കെ നിസ്കരിക്കണം, പറ്റുമെങ്കിൽ പലവട്ടം ഖുർആൻ ഓതണം. സദഖയുടെ കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിച്ചു വീശുന്ന കാറ്റ് പോലെയായിരുന്ന ഒരു കാറ്റ് ഇതിലങ്ങട്ട് അടിച്ചു വീശിയാലേ ആ പുല്ലിന്റെ തല മുതൽ ആ മരത്തിന്റെ തല വരെ തഴുകിയിട്ടേ പോവുള്ളൂ. ഒരു നന്മയെയും ഒഴിവാക്കൂല, മുഴുവൻ നന്മകളും ചെയ്ത് സ്വതക്കയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ നിങ്ങള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, കത്തുന്ന തീയിലേക്ക് വെള്ളം ഒഴിച്ചാൽ ആ തീ കെട്ടുപോകും പോലെ സ്വതക്ക ഒരു മനുഷ്യന്റെ തിന്മകളെ കെടുത്തിക്കളയുന്ന. സ്വതക്ക ചെയ്യാന്നുള്ളത് തെറ്റുകൾ പൊറുക്കാനുള്ള അത്രയും വലിയൊരു മാർഗമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ച്. അതുകൊണ്ട് ധാരാളമായിട്ട് സ്വതക്ക ചെയ്ത് ആ മാസത്തെ ധന്യമാക്കാൻ, ദാനധർമ്മങ്ങൾ കൊണ്ട് ആ മാസത്തിനെ ധന്യമാക്കാൻ, പ്രാർത്ഥനകൾ കൊണ്ട് ആ മാസത്തെ ധന്യമാക്കാൻ നമ്മൾ ശ്രമിക്കുക. അവസാനമായിട്ട് പറയാനുള്ളത്, ആ മാസത്തിനെ അനാദരിക്കരുത്. നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ആ റമദാൻ മാസത്തിനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടിയിട്ട് ആ മാസത്തിനെ ഉപയോഗപ്പെടുത്തി സ്വർഗപ്രവേശനത്തിന് സാധിക്കാതെ പോയവൻ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് ഏൽക്കുന്ന പ്രാർത്ഥന കേട്ടോ. പ്രാർത്ഥിച്ചത് ജിബ്രീലാണ്, ആമീൻ പറഞ്ഞത് റസൂലാണ്, മദീനത്തെ പള്ളിയുടെ റൗളയിൽ വെച്ചാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന അല്ലാഹ് തട്ടൂല. അതുകൊണ്ട് റമദാനിന്റെ മഹത്വത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയും ഉണ്ടാവരുത്. വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും സമ്പാദ്യത്തിലും എവിടെയും റമദാനിന്റെ മഹത്വത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തി നമ്മുടെ ഭാഗത്തുണ്ടാവാതിരിക്കാൻ നമ്മൾ കൃത്യമായിട്ടും ശ്രദ്ധയോടുകൂടിയും ഏറെ ഗൗരവത്തോടുകൂടി ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടില്, നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മുടെ മക്കളൊക്കെ ഉണ്ടല്ലോ, മിക്കവാറും റമദാൻ മാസം പരീക്ഷാകാലമാണ്. പലപ്പോഴും പല വീട്ടിലെയും ഉമ്മമാരൊക്കെ മക്കളോട് പറയുന്നത്, നീ തൽക്കാലം നോമ്പ് നോൽക്കണ്ട, പരീക്ഷ എഴുതിക്കോ, നോമ്പ് പിന്നെ നോറ്റ് വീട്ട. പ്രിയപ്പെട്ടവരെ, പ്രയാസാണെങ്കിൽ അങ്ങനെയൊക്കെ ആവാം. പക്ഷേ ഈ റമദാനിൽ നോമ്പ് നോറ്റ് അള്ളാഹുവിന്റെ ആ വലിയ അനുഗ്രഹത്തിലേക്ക് നടന്നെടുക്കാൻ പറ്റുന്ന ആരോഗ്യമുള്ള കഴിവുള്ള കുട്ടികളുണ്ടെങ്കിൽ നോമ്പ് നോൽക്കുക എന്നത് ആ പരീക്ഷയ്ക്ക് അവർക്ക് ഊർജം നൽകും കേട്ടോ. ബദർ ഉണ്ടായത് റമദാനിലാട്ടോ, മക്ക വിജയം ഉണ്ടായത് റമദാനിലാട്ടോ. ഇസ്ലാമിന്റെ ചരിത്രത്തില് രക്തം പോലും കട്ട പിടിപ്പിക്കുന്ന ചരിത്രത്തിലെ ഐതിഹാസികമായ സംഭവങ്ങളൊക്കെ റമദാനിലുണ്ടായത്. നോമ്പും കെട്ട് കഴിഞ്ഞോട്ടെ എന്ന് റസൂല് തീരുമാനിച്ചിട്ടില്ല, നോമ്പ് കഴിഞ്ഞിട്ടാവാമെന്ന് റസൂല് പറഞ്ഞിട്ടില്ല. നോമ്പ് എന്നത് നന്മകൾ ചെയ്യാൻ തടസ്സമാകരുത്. നമുക്ക് അങ്ങനെയാണല്ലോ. ഇനി മൂത്താപ്പാക്ക് തീരെ സുഖല്ല, ഒന്ന് പോയി കാണണ്ടിനി, എപ്പോഴാ പോണേ? ഈ റമദാൻ കെട്ട് കഴിഞ്ഞോട്ടെ, എല്ലാത്തിനും റമദാൻ കഴിഞ്ഞോട്ടെ. റമദാനിൽ എന്താ കുഴപ്പോ? റമദാനിൽ ചെയ്യുന്ന നന്മകൾ മറ്റു കാലത്തെ നന്മകൾ പോലെയല്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ റമദാനിൽ നോറ്റിട്ടില്ലെങ്കിലേ പിന്നെ 30 നോമ്പൊക്കെ ഓരോ കൊണ്ട് നോൽപ്പിക്കാന്ന് പറഞ്ഞാൽ നല്ല പണി കരട്ടോ, നടന്നോളന്നില്ല. അതുകൊണ്ട് പറ്റുമെങ്കിൽ നോമ്പ് നോക്കട്ടെ. കുട്ടികൾക്ക് നമ്മൾ സഹായമാവണം, ആശ്വാസമാവണം. പരീക്ഷാകാലമാണ്, അവർക്ക് പഠിക്കാൻ സൗകര്യമുണ്ടാവണം, അവരൊക്കെ നല്ല വിജയത്തിലേക്ക് എത്തട്ടെ. അതോടൊപ്പം തന്നെ ഈ ചുറ്റുപാടുകളൊക്കെ മോശപ്പെട്ട ആൺപെൺ ബന്ധങ്ങളും സംസാരങ്ങളും ഇടപാടുകളും മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റുകളൊക്കെ ഈ നോമ്പ് നോറ്റിട്ട് ഈ വേണ്ടാത്രൊക്കെ ചെയ്താൽ പട്ടിണിയല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, മല്ലം യദഅ ഖൗല സൂരി والعمل به فليس لله حاجة في أن يدع طعامه وشرابه. അനാവശ്യമായ വാക്കുകളോ അനാവശ്യമായ പ്രവർത്തനങ്ങളോ ഒരു മനുഷ്യൻ നോമ്പിന്റെ സമയത്ത് ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അവന്റെ പട്ടിണി കൊണ്ട് അള്ളാഹ്ക്ക് ഒരു കാര്യമല്ല. നോമ്പ് കൊണ്ട് നല്ല പറഞ്ഞേ, അള്ളാഹ് അത് നോമ്പായിട്ട് തന്നെ കൂട്ടിയിട്ടില്ല. ഓന്റെ പട്ടിണിയാണ്. 30 ദിവസം പട്ടിണിയായിരുന്നു. അവിടെയൊക്കെ ഉപവാസം ഇരിക്കാനുള്ള ആൾക്കാർ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലൊക്കെ ഭക്ഷണം കഴിക്കാതെ, അതിനാരും നോമ്പ് നോറ്റു എന്ന് പറയില്ലല്ലോ. നോമ്പ് എന്ന് പറയണെങ്കിലേ, സൗമ് എന്ന് പറയണെങ്കിലേ, അത് അള്ളാഹു സ്വീകരിക്കുന്ന ഇബാദത്താകുമ്പോഴേ ആ പട്ടിണി സൗമാവുള്ളൂ. അതിൽ നിന്ന് ഇബാദത്ത് എന്ന ഭാഗം മാറ്റിവെച്ചാല് പിന്നെ അത് പട്ടിണിയാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, എത്ര നോമ്പുകാർ ആ നോമ്പ് അവർക്ക് പട്ടിണി മാത്രമാണ് കൊടുത്തത്. എത്രയെത്ര രാത്രി നിസ്കാരക്കാർ ആ രാത്രി നിസ്കാരം ഉറക്കം നഷ്ടപ്പെടുത്തി എന്നല്ലാതെ ഒരു ഗുണവും അവർക്ക് കൊടുത്തിട്ടില്ല. അപ്പോ പകല് ഭക്ഷണം കഴിച്ചില്ല എന്നുള്ളത് കൊണ്ട് നോമ്പിന്റെ കൂലി കിട്ടൂല.
ഭക്ഷണം മാത്രം ഒഴിവാക്കിയാൽ പോരാ, മല്ലം അല്ലേ, ഈ അനാവശ്യമായ വേണ്ടാത്ത ഈ മൊബൈൽ ഫോണും ഇന്റർനെറ്റും വല്ലാത്ത ക്ലാസ് റൂമുകളും ഒക്കെ പഠിക്കുന്ന നമ്മുടെ മക്കളോട് പറയണം, കുട്ടികളെ റമദാനാണ് കേട്ടോ, നോമ്പ് നോറ്റാട്ടോ പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പറ്റുമെങ്കിൽ ഒരു മാസം, പണ്ടൊക്കെ നമ്മൾ കോവിഡ് കാലത്തല്ലേ വീട്ടിലൊക്കെ വൈഫൈ ഇട്ടത് പഠിക്കാൻ വേണ്ടി, പറ്റുമെങ്കിൽ ആ വൈഫൈ ഒക്കെ ഒരു മാസം പൊട്ടിച്ചിട്ടളി വലിയ. ഇപ്പൊ നമ്മളൊക്കെ നാട്ടില് TV ഇല്ലോലൊക്കെ കേബിൾ ഒഴിവാക്കലുണ്ട്. കേബിളുകാർ പറയലുണ്ട് റമദാൻ മാസം ഭയങ്കര നഷ്ടമാണ്, എല്ലാ വീട്ടുകാരും കേബിൾ ഒഴിവാക്കും. പിന്നെ പറയും പെരുന്നാളിന് അന്ന് രാവിലെ വിറ്റ് ചെയ്യണം കേട്ടോ, പറയും അന്ന് രാവിലെ തിരിച്ച് വിറ്റ് ചെയ്യും അല്ലേ. അപ്പൊ അങ്ങനെ ആവരുത്. നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, നമ്മുടെ അമലുകള് റബ്ബിന്റെ അടുക്കല് തിരസ്കരിക്കപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങള്, തെറ്റുകള് ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. നമ്മുടെ വീടുകളെ, നമ്മുടെ മക്കളെയൊക്കെ അതിനനുസരിച്ച് നമ്മൾ മാറ്റം ഉണ്ടാക്കണം. നമ്മുടെ നാടുകളിൽ, നമ്മുടെ വീടുകളിലൊക്കെ ഖുർആൻ പഠനത്തിനും അത് പഠിക്കാനും പഠിപ്പിക്കാനും അത് ഉൾക്കൊള്ളാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകണം. ഞാനൊരു വീട്ടില് ഒരാള് എന്നോട് പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ റമദാനില് ഒരു ഖുർആൻ മത്സരം ഉണ്ട്. കുട്ടികളും ഭാര്യയും മൂപ്പരൊക്കെ കൂടി രാവിലെ ഖുർആൻ പഠിക്കുന്ന മത്സരം, വലിയ സമ്മാനമുണ്ട്. ബാപ്പൻ്റെയാണ് വലിയ സമ്മാനം വാങ്ങി കൊടുക്കുന്നത്. അങ്ങനെ കുട്ടികൾക്കും കുടുംബത്തിനുമൊക്കെ നന്മയുടെ വലിയ പ്രോത്സാഹനമാവുക. നിങ്ങളെ തടിയും നിങ്ങളെ കുടുംബത്തിന്റെ തടിയും നരകത്തുനിന്ന് രക്ഷിക്കണ്ടേ. ആ നരകത്തുനിന്ന് രക്ഷിക്കാൻ ഏറ്റവും നല്ല സമയമാണ് ഈ നോമ്പ്, ഏറ്റവും നല്ല കാര്യമാണ് ഈ റമദാൻ എന്നുള്ള നിലക്ക് നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. ഒരു റമദാൻ മാസത്തെ കേടുകൂടാതെ അവർക്ക് കൊടുക്കാൻ പറ്റിയാൽ അതന്നെയാണ് ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് നമ്മുടെ കുടുംബത്തെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. വലിയ കുത്തഴിഞ്ഞ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന കാലം. ഞാൻ കഴിഞ്ഞ വർഷം ഈ റമദാനിന്റെ സമയത്ത്, ഈ വർഷം ഏകദേശം അതേപോലെ റമദാൻ വരുന്നത് നമ്മുടെ നാട്ടിലെ കോളേജുകളിലൊക്കെ സ്കൂളുകളിലൊക്കെ യാത്രയയപ്പിന്റെ കാലമാണ്. അപ്പൊ ഞാൻ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ അതിന്റെ കഥ ഒന്നും പറയണ്ട, എന്താ അറിയോ, ഒരു ഡിഗ്രി ക്ലാസ്സിലെ കുട്ടികളുടെ യാത്രയപ്പാണ്. അപ്പോൾ കോളേജ് ഇല്ലാത്തത് കൊണ്ട് കോളേജിന്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലാണ് ഒരു യാത്രയപ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, നോമ്പ് തുറക്കുമ്പോഴാണ് യാത്രയപ്പ്. അപ്പൊ കുട്ടികളൊക്കെ 3 മണിക്ക് തന്നെ വന്നിക്കണ്. ഉസ്താദെ ആ 3 മണിക്ക് വന്നിട്ട് ആ ഹോട്ടലിന്റെ ഹാളില് അവര് കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരങ്ങള്, നോമ്പ് തുറക്കാൻ നല്ല കാരക്കൊക്കെ വേണം പറഞ്ഞ് ബുക്ക് ചെയ്ത് കാത്തിക്കുക, പക്ഷെ തുറക്കാമാകുമ്പോത്തിന് ഓരോ നോമ്പ് എവിടെ എത്തി എന്ന് പറയാൻ പറ്റൂല. ആ ജാതി പ്രവർത്തനങ്ങളാ ചെയ്യുന്നത്. ഇതൊക്കെ ഒന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ എന്ന് ആ ഹോട്ടലിലെ ജീവനക്കാരൻ സങ്കടപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ നമ്മുടെ കുട്ടികളെ പ്രത്യേകമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ ഈ കഴിഞ്ഞതിന് മുമ്പത്തെ വെള്ളിയാഴ്ച ഞാൻ ഖുത്ബ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുഹൃത്ത് ഫോൺ ചെയ്ത് പറഞ്ഞു, ഉസ്താദ് ഒരു കാര്യം പറയോ, നിങ്ങളെ ഖുത്ബയിൽ ഉൾപ്പെടുത്തുമോ, എന്താ വേണ്ടി? അത് ഉസ്താദെ, അടുത്ത വെള്ളിയാഴ്ച ഫെബ്രുവരി 14 ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്, പ്രണയിക്കുന്ന ദിവസമാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ ഖുത്ബയിൽ പറയണം, ആ 14 വെള്ളിയാഴ്ച എൻ്റെ കുട്ടി സ്കൂളിൽ പോകണ്ടോ, ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി അതേപോലെ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒരു ദിവസം ലീവ് എടുത്താൽ വലിയ കുഴപ്പമൊന്നും പറ്റാത്ത ക്ലാസ്സും സമയമൊക്കെ ആണെങ്കിൽ എൻ്റെ മോളെ ഇന്ന് സ്കൂളിൽ പോകണ്ടോ എന്ന് നിങ്ങളെ മകളോട് പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായാൽ വലിയ ഒരു കെണിന്ന് നിങ്ങളുടെ മകളെ നശിപ്പിക്കാൻ പ്രണയത്തിന്റെ പൂമാലയും കെട്ടിയുണ്ടാക്കി കോളേജിന്റെ സ്കൂളിന്റെ ഗേറ്റിന്റെ കാവൽ നിൽക്കുന്ന വൃത്തികെട്ടവന്റെ കരങ്ങളിലേക്ക് നമ്മുടെ മക്കളെ അയച്ചു കൊടുക്കാതിരിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും മാതാപിതാക്കൾ നടത്തിക്കോട്ടെ എന്ന് ഒരു കോളേജിലെ അധ്യാപകൻ സങ്കടത്തോടു കൂടി പറഞ്ഞു. ഇതൊക്കെയാണ് കാലം. നമ്മളൊക്കെ ലക്ഷങ്ങളും കോടികളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ മക്കള് വലിയ വലിയ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അവരെവിടെ എത്തി നിൽക്കുന്നത് എന്നും ജീവിതങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അന്വേഷിക്കണത് നന്നായിരിക്കും. ഏതെങ്കിലുമൊക്കെ പൊന്നുപോലെ നമ്മളൊക്കെ കുട്ടികളെ വീട്ടിലെങ്ങനെ വളർത്തുന്നവരങ്ങൾ എനിക്കറിയാം. എൻ്റെ മോള് കിടക്കുന്ന റൂമിൽ എൻ്റെ ഭാര്യ 10 മണിക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ റൂമിൽ പോയിട്ട് ജനാലൊക്കെ കുറ്റിയിട്ടിട്ട് ശരിക്കൊന്ന് നോക്കിയിട്ട് വല്ല കൊതുകൊക്കെ ഉണ്ടോ നോക്കിയിട്ട് പുതപ്പോണ്ടൊന്ന് പുതച്ചു കൊടുത്തിട്ട് വാതിൽക്കൽ വന്നാൽ ഒന്നും കൂടി ഒന്ന് പോയോക്കും, എന്നിട്ട് പുതച്ചു കൊടുത്തിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പോരുമ്പോൾ ഒരു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ട്, പടച്ചോനെ കുട്ടികളൊക്കെ കാക്കണം കേട്ടോ. അങ്ങനെ പേടിക്കേണ്ട ഒരു കാലത്താണ് കുട്ടികളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ പറഞ്ഞേക്കുമ്പോഴേ അവരുടെ കൂടെ CCTV ഒന്നും വെച്ച് നടക്കാൻ കഴിയില്ലല്ലോ, അവരെ ഒരാളെ ഏൽപ്പിക്കാനും പറ്റൂല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ പോലെ മോനെ, പാപ്പാന്റെ കണ്ണെത്താത്ത ഉമ്മാന്റെ കണ്ണെത്താത്ത ആരെന്ത് ചോദിച്ചാലും ചെയ്താലും ചോദിക്കാനും പറയാനും ആളില്ലാത്ത, എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമല്ല, തെറ്റും ശരിയും തിരിച്ചറിയാത്ത ഒരു നാട്ടിലേക്കാട്ടോ എൻ്റെ കുട്ടി പോണത്. അതുകൊണ്ട് മകനെ ചേർത്ത് നിർത്തി അവന്റെ കണ്ണിന്റെ ആഴത്തിലേക്ക് നോക്കിയിട്ട് നിറഞ്ഞ കണ്ണുകളോടെ ഹൃദയങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് പറയാൻ പറ്റണം, മോനെ അള്ളാനെ സൂക്ഷിക്കണം കേട്ടോ, അള്ളാനെ സൂക്ഷിക്കണം കേട്ടോ, എങ്കിൽ എൻ്റെ കുട്ടിനെ പടച്ചോൻ കാക്കും കേട്ടോ എന്ന്
എന്ന് ആ പടച്ച റബ്ബിനെ സാക്ഷി നിർത്തി നമ്മുടെ മക്കളോട് പറയാൻ നമുക്ക് സാധിക്കുന്ന തരത്തിൽ അവരുമായി ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കണം. പ്രത്യേകിച്ചും ഈ റമദാനിൽ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മുടെ കുടുംബം, നമ്മുടെ മക്കള്, അതേപോലെ നമ്മുടെ പ്രസ്ഥാനം തൗഹീദിനു വേണ്ടിയൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നമ്മുടെ നേതാക്കളുടെ കഷ്ടപ്പാടുകൾ, തിന്മകളുടെ വല്ലാത്ത രൂപത്തിലുള്ള വർധനവുകൾ, ആ തിന്മകൾ കൊണ്ട് നന്മയെ അടിച്ചൊതുക്കുവാനുള്ള വല്ലാത്ത ശ്രമങ്ങൾ, ഇവിടെയൊക്കെ നിസ്സംഗരായി നോക്കി നിൽക്കാതെ നന്മയുടെ ഭാഗത്ത് നിൽക്കാനും ആ ഭാഗത്ത് പ്രവർത്തിക്കാനുമുള്ള കരുത്തും കഴിവുമൊക്കെ ഉണ്ടാവാൻ നിരന്തരമായി പ്രാർത്ഥിക്കണം. നമ്മുടെ നേതാക്കളൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്കൊക്കെ ആയുസ്സും ആരോഗ്യവും ആഫിയത്തും ഒക്കെ ഉണ്ടാവാൻ പ്രാർത്ഥനകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ റമദാൻ മാസത്തിനെ അതിൻ്റെ എല്ലാവിധ മഹത്വത്തോടു കൂടിയും സ്വീകരിക്കാനും ഉപയോഗപ്പെടുത്താനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് ധന്യമായ ആ മാസത്തിൽ റമദാനിൽ ഖുർആൻ പഠിപ്പിച്ച യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഈമാൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. റമദാനിനെ അവഹേളിച്ച് അതിന്റെ നിയമങ്ങളോട് എതിര് പ്രവർത്തിച്ച് അള്ളാഹുവിന്റെ ശാപകോപത്തിന് വിധേയരാകുന്നതിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റമദാനിലൂടെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലെത്തുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹിക്കാൻ കഴിയാത്ത വേദനകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഭിമാനം നഷ്ടപ്പെടുന്ന കടബാധ്യതകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ കൂട്ടത്തിലും ആശുപത്രിയിലും വീടുകളിലുമൊക്കെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാവട്ടെ, സമാധാനം നൽകുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ബർസഖി ജീവിതം സന്തോഷകരമാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളാവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ആ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തി അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് നടന്നു പോകാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. നമ്മുടെ കുട്ടികളൊക്കെ ജീവിക്കുന്നത് വളരെ വളരെ അപകടകരമായ സാഹചര്യങ്ങളിലാണ്. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് കരുണ കാണിക്കുന്ന, നമുക്ക് താങ്ങാവുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളായി നമ്മുടെ മക്കളെ അള്ളാഹു വളർത്തി വലുതാക്കി തരുമാറാവട്ടെ. മക്കളില്ലാത്തവർക്ക് അള്ളാഹു സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ. അല്ലാഹുമ്മ റബ്ബി ارحمهما كما ربياني صغيرا. اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار.